നമസ്കാരം. പറയാനുണ്ട് തൃശ്ശൂരിലേക്ക് സ്വാഗതം. ജില്ലയിലെ പഞ്ചായത്തുകളിലൂടെ TCV നടത്തുന്ന യാത്രയിൽ എത്തി നിൽക്കുന്നത് കാട്ടക്കാമ്പാൽ ഗ്രാമപഞ്ചായത്തിലാണ്. കുന്നംകുളം നിയമസഭാ മണ്ഡലത്തിൽ കുന്നംകുളം താലൂക്കിൽ ചൊവ്വന്നൂർ ബ്ലോക്കിലാണ് കാട്ടക്കാമ്പാൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 16 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള ഗ്രാമപഞ്ചായത്തിൽ 17 വാർഡുകളാണുള്ളത്. കോൾപ്പാടങ്ങളും കാർഷിക ഗ്രാമങ്ങളാലും നിറഞ്ഞ കാട്ടക്കാമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളും ഇതിനോടകം നടന്നു കഴിഞ്ഞു. നിരവധി പദ്ധതികൾക്കും നാന്ദി കുറിക്കാനും പഞ്ചായത്തിന് സാധ്യമായിട്ടുണ്ട്. കഴിഞ്ഞ കാലത്ത് UDF ആണ് ഭരണ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ LDF ആണ് ഭരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. എന്തായാലും കാട്ടക്കാമ്പാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്രമായി തന്നെ ചർച്ചയിലൂടെ പരിചയപ്പെടാം. കാട്ടക്കാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CPM പ്രതിനിധി കൂടിയായ ES രേഷ്മ, കോൺഗ്രസ് പ്രതിനിധിയും പഞ്ചായത്ത് അംഗവുമായ MS മണികണ്ഠൻ, ഒപ്പം തന്നെ BJP പ്രതിനിധിയും പഞ്ചായത്ത് അംഗവുമായ പ്രദീപ് കൂനത്ത് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം തന്നെ പ്രസിഡന്റിലേക്ക് പോകാം. കാരണം പഞ്ചായത്തിൻ്റെ ഇതുവരെയുള്ള വികസന നേട്ടങ്ങൾ, പ്രവർത്തനങ്ങൾ ഏതുവിധമായി എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പറയട്ടെ. എങ്ങനെയാണ് പ്രസിഡന്റ് നിലവിൽ കാട്ടക്കാമ്പാൽ പഞ്ചായത്തിൻ്റെ ഒരു നിലവിലെ ഒരു അവസ്ഥ ഈ ഭരണസമിതിയുടെ കാലാവധി അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ? കാട്ടക്കാമ്പാൽ ഗ്രാമപഞ്ചായത്തിനകത്ത് കഴിഞ്ഞ 4 വർഷ കാലയളവിലായിട്ട് നമുക്ക് ഒരുപാട് എടുത്തു പറയാൻ പറ്റിയിട്ടുള്ള പദ്ധതികളൊക്കെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാറായി. ഇത് അവസാനിക്കുന്ന കാലഘട്ടത്തിലും നമ്മൾ പുതിയതായിട്ടുള്ള ഏറ്റെടുത്ത പദ്ധതികൾ തന്നെ നമ്മുടെ സ്വപ്നം എന്ന് എടുത്തു പറയാൻ പറ്റുന്ന പദ്ധതികൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരുപാട് മറ്റുള്ള ത്രിതല പഞ്ചായത്തുകളും ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടും അല്ലാതെ നമുക്ക് അനുവദിച്ച ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടും ഒരുപാട് പദ്ധതികൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. കാട്ടക്കാമ്പാൽ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ തന്നെ കാർഷിക മേഖലയാണ് കൂടുതലും. അതിൽ തന്നെ നെൽകൃഷിക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. നെൽകർഷകരാണ് കൂടുതലായിട്ടുള്ളത്. നെൽകൃഷിക്ക് പുറമെ തന്നെ അല്ലാതെയുള്ള തെങ്ങ്, കവുങ്ങ്, വാഴ, പച്ചക്കറി, ജാതി തുടങ്ങിയ കൃഷി ചെയ്യുന്ന ആളുകളുമുണ്ട്. അത്തരത്തിലുള്ള പദ്ധതികളെല്ലാം തന്നെ നമ്മൾ വാർഷിക പദ്ധതിയിൽ ഏറ്റെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർഷകർക്ക് സൗജന്യമായിട്ട് വിത്ത്, വളം, ഉഴവുകൂലിയൊക്കെ നമ്മൾ നിരന്തരമായിട്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ തന്നെയാണ്. കൂടാതെ മറ്റുള്ള മേഖലകളിൽ ആരോഗ്യ മേഖലയായാൽ പോലും അതിനു വേണ്ടിയിട്ടുള്ള മരുന്ന് വാങ്ങിക്കാനുള്ള പദ്ധതികൾ, കൂടാതെ EPIP ആളുകളുണ്ട്, അവർക്കുള്ള ആരോഗ്യ മേഖലയിലേക്കുള്ള പദ്ധതികളും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. EPIPയിൽ ഡയാലിസിസ് പേഷ്യൻറ്റുകളുണ്ട്, അവർക്കുള്ള പ്രൊജക്റ്റ് ഉണ്ട്. അല്ലാതെയുള്ള ഫുഡ് കൊടുക്കുന്ന പദ്ധതികൾ, അങ്ങനെയുള്ള പദ്ധതികളെല്ലാം തന്നെ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലായാൽ പോലും നമ്മുടെ SC വിദ്യാർത്ഥികളുണ്ട്, അവർക്കായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ പഠന ഉപകരണങ്ങൾ, സ്കോളർഷിപ്പുകൾ, ലാപ്ടോപ്പ് തുടങ്ങിയ പദ്ധതികളൊക്കെ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. കൂടാതെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സമ്പൂർണ്ണ സ്ട്രീറ്റ് ലൈറ്റ് എന്നുള്ളത് നമ്മൾ ഇത്തവണ ഏറ്റെടുത്തിട്ടുള്ളൊരു പുതിയൊരു പ്രൊജക്റ്റാണ്. നല്ല രീതിയിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് തെളിഞ്ഞു നിൽക്കുന്ന ഒരു വാർഡുകൾ തന്നെയാണ്. അതിൻ്റെ IMCക്ക് കൃത്യമായിട്ട് നമ്മൾ ഫണ്ട് വകയിരുത്തുന്നുണ്ട്. കൂടാതെ സ്ട്രീറ്റ് ലൈറ്റ് എത്താത്ത മേഖലകളുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അവിടേക്ക് പൂർണ്ണമായിട്ട് തെരുവ് വിളക്ക് സ്ഥാപിച്ചുകൊണ്ട് പൊതു ഗതാഗത സൗകര്യം, റോഡുകൾക്ക് പുറമെ നല്ല വെളിച്ചം നൽകുന്ന സഞ്ചാരയോഗ്യമായിട്ടുള്ള നടപ്പാതകൾ പൊതുജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളത് ഭരണസമിതി ഏറ്റെടുത്തുള്ളൊരു പുതിയ പ്രൊജക്റ്റാണ്. ഇപ്പോൾ സ്ട്രീറ്റ് ലൈൻ വലിക്കാത്ത സ്ഥലങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അവിടേക്ക് സ്ട്രീറ്റ് ലൈൻ വലിച്ചുകൊണ്ട് പോസ്റ്റുകളിലെല്ലാം ബൾബ് സ്ഥാപിക്കുക. അതിനു പുറമെ നമ്മൾ SC വിഭാഗക്കാർ താമസിക്കുന്ന സങ്കേതങ്ങളുണ്ട്, ജനറൽ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മിനി മാസ്റ്റുകളുടെ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിനായിട്ട് മറ്റുള്ള ഫണ്ടുകളും ഉപയോഗിച്ചിട്ടുണ്ട്. ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട്, ബ്ലോക്കിൻ്റെ ഫണ്ട്, ജില്ലാ പഞ്ചായത്ത് ഫണ്ട്, മറ്റുള്ള ഫണ്ടുകളെല്ലാം ഉണ്ട്. അപ്പോൾ മിനി മാസ്റ്റ് ഒരുവിധം സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, പുതിയതായിട്ട് നമ്മൾ ഏറ്റെടുത്തുള്ള സ്ഥലങ്ങളുണ്ട്. അത് വളരെ നല്ല രീതിയിൽ പൂർത്തീകരിച്ച് വരുന്നു, ഉദ്ഘാടനത്തിൻ്റെ അടുത്തെത്തി നിൽക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ സബ് സെൻറ്ററുകൾ, ആരോഗ്യ മേഖല നേരത്തെ പറഞ്ഞു, അതിലേക്കായിട്ട് നമുക്ക് ഒരു സ്ഥലം വിട്ട് തന്നിട്ടുണ്ട്. അവിടേക്ക് സബ് സെൻറ്ററിനുള്ളൊരു പുതിയൊരു പ്രപ്പോസൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 12-ാം വാർഡിൽ തന്നെ പുതിയൊരു സ്ഥലം വിട്ടുതരുന്ന ആ ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ നടപടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സബ് സെൻറ്റർ കൂടി ആയിരിക്കും. അല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു 2 സബ് സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിൽ ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടൊരു കാര്യം തന്നെയാണ്. പലതരത്തിലുള്ള ടെസ്റ്റുകളും കാര്യങ്ങളുമെല്ലാം അവിടെ നടക്കുന്നുണ്ട്. കൂടാതെ വയോജനങ്ങൾക്കായിട്ടുള്ള പദ്ധതികൾ കൂടി നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. കഴിഞ്ഞ ഭരണസമിതി ഉള്ള കാലത്ത് ഒരു പകൽ വീട് നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്.
അതിൻ്റെ കൂടുതൽ സൗകര്യങ്ങളോടുകൂടി അത് മെച്ചപ്പെടുത്തിയെടുത്തത് ഈ ഭരണസമിതി വന്ന കാലയളവിലാണ്. അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വേളയിലാണ്. അവിടെ നമ്മളൊരു കെയർടേക്കറെ വെച്ചിട്ട് വയോജനങ്ങൾക്ക് പകൽ സമയങ്ങളിൽ വന്നിരിക്കുവാനും വായന തുടങ്ങിയ എൻ്റർടൈൻമെൻറ്റ് പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിലേക്കൊരു കെയർടേക്കറിനെ വെക്കുന്ന പ്രൊജക്റ്റ് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്, അവർക്കുള്ള ഓണറേറിയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. കൂടാതെ നമുക്ക് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ തന്നെ കൂടുതൽ ജലക്ഷാമം നേടുന്ന പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്താണ് നമ്മുടെ കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത്. ഒട്ടനവധി പദ്ധതികൾ കഴിഞ്ഞ ഭരണസമിതി ഉള്ളുമ്പോഴും നമ്മളിരിക്കുന്ന കാലയളവിലും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കുടിവെള്ള പദ്ധതികൾ, അതിൽ നമുക്ക് കുറച്ച് പദ്ധതികൾ മാത്രമാണ് പാഴായി പോയിട്ടുള്ളൂ. എന്നാൽ കൂടി മറ്റുള്ള പദ്ധതികളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വെള്ളം കണ്ടു, നമുക്ക് 2-3 പദ്ധതികൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുടിവെള്ളം ലഭിക്കാത്ത ഏരിയകളിൽ നമ്മൾ ഓപ്പൺ വെല്ലിനുള്ള പ്രൊപ്പോസൽ വെച്ചിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. അല്ലാതെയുള്ള സ്ഥലങ്ങളിൽ ബോർവെല്ല് വെള്ളം കണ്ട പദ്ധതികൾ ഉദ്ഘാടനം കഴിഞ്ഞ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ പഞ്ചായത്തുകളുടെ എല്ലാം തന്നെ പൊതു കുളങ്ങളും കിണറുകളും ശുചീകരിച്ചുകൊണ്ട് കുടിവെള്ളം ലഭ്യമാക്കുക എന്നുള്ള പദ്ധതി കൂടി വാർഷിക പദ്ധതികളിൽ നടപ്പിലാക്കി വരുന്നതാണ്. പഞ്ചായത്തിൻ്റെ ആസ്തിയിൽപ്പെടുന്ന പൊതു കിണറുകൾ ശുചീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട 2 പൊതു കുളങ്ങളാണുള്ളത്, കുഞ്ഞുകുളവും ചെറക്കുളവും. അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ വർഷാവർഷങ്ങളിൽ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് പദ്ധതി ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നുണ്ട്. ആ കുഞ്ഞുകുളം നല്ല രീതിയിൽ കുഞ്ഞുകുളത്തിൻ്റെയും ചെറക്കുളത്തിൻ്റെയും വർക്കുകൾ പൂർത്തീകരിച്ച് വരുന്നു. കുഞ്ഞുകുളത്തിനടുത്ത് തന്നെ ആയിട്ട് ഒരു ഹാപ്പിനെസ് പാർക്ക് എന്നുള്ളത് പുതിയൊരു പ്രൊപ്പോസലാണ്. കൂടാതെ അല്ലാതെ തന്നെയുള്ള പൊതുകുളങ്ങളെല്ലാം തന്നെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നവീകരിച്ച് പോരുന്നുണ്ട്. അതിനായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായം കൂടി നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വികസനം നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടി ചെയ്യാമെന്നുള്ളത് എടുത്തു കാണിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് തന്നെയാണ് കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത്. നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വോളിബോൾ കോർട്ട്, കബഡി കോർട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. പഴഞ്ഞി സ്കൂളിൻ്റെ ഗ്രൗണ്ടിലായിട്ട് കബഡി കോർട്ടും വോളിബോൾ കോർട്ടും വളരെ നല്ല രീതിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ചുകൊണ്ട് നമ്മൾ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ക്യാമ്പുകളും കളികളിലുമെല്ലാം നമ്മളവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള റോഡുകളുടെ പ്രവൃത്തി നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ റോഡ് പണികളുടെ പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താനായിട്ട് റോഡിൻ്റെ റീടാറിങ്ങും മറ്റു കാന വർക്കുകളുമെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും പദ്ധതികൾ നിരവധിയുണ്ട്. തനത് ഫണ്ട് ശേഖരണത്തിൻ്റെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് പ്രസിഡന്റ് പറഞ്ഞത്. എന്തായാലും മെമ്പർക്ക് എന്താണ് മണികണ്ഠേട്ടാ ഈ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് തന്നെ ആണോ വികസന നേട്ടങ്ങൾ, പദ്ധതികൾ നിരവധിയുണ്ട്, അത്തരത്തിലുള്ള വികസന നേട്ടങ്ങൾ തന്നെയാണോ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒട്ടനവധി സുന്ദരമോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് 5 വർഷങ്ങൾക്ക് മുമ്പ് യുവജനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണസമിതി പഞ്ചായത്തിലെ വോട്ടർമാർ അധികാരത്തിലെത്തിയത്. ആ ഒരു പദ്ധതി പോലും പുതുതായിട്ട് നടപ്പിലാക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പദ്ധതിയുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇപ്പോൾ ഏറ്റവും സംസ്ഥാന സർക്കാർ തന്നെ ഒരു മാസ്റ്റർ പദ്ധതിയാണ് 2020 ലൈഫ് പദ്ധതി. ഈ ലൈഫ് പദ്ധതിയിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അപേക്ഷ നൽകിയ മുഴുവൻ ആളുകൾക്കും വീട് വെച്ച് നൽകാൻ സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, സ്ഥലമില്ലാത്ത, വീടില്ലാത്ത SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ജനറൽ വിഭാഗത്തെ ആളുകൾക്ക്, അവർക്ക് ഒരാൾക്ക് പോലും സ്ഥലം വാങ്ങി നൽകാൻ ഈ ഭരണസമിതി വന്നതിന് ശേഷം സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ പദ്ധതിയായിട്ടുള്ള ലൈഫ് പദ്ധതിയിലൂടെ ഇവിടെ സാധിച്ചിട്ടില്ല. അതിനു മുമ്പ് 2010 മുതൽ 15 വരെ അധികാരത്തിലിരുന്ന ഒരു ഭരണസമിതി അപേക്ഷ നൽകിയ മുഴുവൻ ആളുകൾക്കും ഒരു വ്യത്യാസമില്ലാതെ ഈ പറഞ്ഞ സ്ഥലം, വീടും വാങ്ങി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം സമ്പൂർണ്ണമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന ഈ ലൈഫ് പദ്ധതി പരിപൂർണമായിട്ട് ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിലായി അവർക്ക് ഈ ഭരണസമിതി പോകുന്നവർക്ക് ഒരു എഗ്രിമെൻറ്റ് വയ്ക്കാൻ, ഒരു കരാറിൽ ഏർപ്പെടാൻ ഇവിടെ സാധിച്ചിട്ടില്ല. ഒരാൾക്ക് പോലും ജനറൽ വിഭാഗത്തിലായാലും SC വിഭാഗത്തിലും സ്ഥലവും വീടും ഇല്ലാത്ത ആൾക്ക് അത് നേടിക്കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഈ ഭരണസമിതിയുടെ ഏറ്റവും മാസ്റ്റർ പദ്ധതിയാണ്, സർക്കാരിൻ്റെ മാസ്റ്റർ പദ്ധതിയാണ് ലൈഫ് പദ്ധതി. അത് വളരെയേറെ പരാജയമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ പറഞ്ഞു പകൽ വീട്. കഴിഞ്ഞ 2019 ഇവിടെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ആളുകൾ എല്ലാവരും കൂടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. പുറമ്പോക്ക് സ്ഥലം ഏറ്റെടുത്തുകൊണ്ട്
വളരെ വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതിയാണ് പകൽ വീട്. ആ പകൽ വീട് ഇന്ന് വരെ ഈ ഭരണ അവസാന നിമിഷത്തിലാണ്. പലതവണ വയോജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് ഈ പകൽ വീട്. നമുക്കറിയാം പുതിയ കാലഘട്ടത്തിൽ പുതിയ തലമുറ നമ്മുടെ വീടുകളിലെ വയസ്സായ ആളുകൾ നോക്കാൻ പോലും കഴിയാതെ നിൽക്കുകയാണ്. പല ആളുകളും വിദേശത്ത് ജോലിക്ക് പോകണു, പഠിക്കാൻ പോകണു. പണ്ടത്തെ ആ രീതി മാറി. ആ രീതി മാറിയപ്പോഴാണ് എല്ലാ സംസ്ഥാന സർക്കാരിൻ്റെ മറ്റൊരു പദ്ധതിയാണ് പകൽ വീട്. ആ പകൽ വീട് ഇവിടെ തുടങ്ങി. അതിനുശേഷം ഇന്ന് വരെ ജനങ്ങൾക്കത് തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പല സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ അത് പറയാമെന്നല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ നമുക്കറിയാം 60 വയസ്സ് കഴിഞ്ഞ ആളെ പരിശോധിക്കാൻ ഇവിടെ ഗവൺമെൻറ് ആസ്പത്രി ഉണ്ട്, CHC. ആ 1 മണിക്കൂർ ഡോക്ടറെ വെച്ചാൽ അവർക്ക് സേവനം കിട്ടിയ 60 കഴിഞ്ഞ ആളുകൾക്ക് കാലത്തോടെ വന്നിരുന്നാൽ അത് പരിശോധിക്കാൻ പറ്റും. പിറ്റത്തെ ദിവസം ആയുർവേദ ഡോക്ടറെ കൊണ്ട് പരിശോധിക്കാൻ പറ്റും, ഹോമിയോ ഡോക്ടറെ കൊണ്ട് പരിശോധിക്കാൻ പറ്റും. ഇപ്പോൾ വൃദ്ധജനങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയാൽ അവർ ആരോഗ്യ രംഗത്ത് മാത്രമല്ല കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് വയോജനങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന ഈ ഒരു പദ്ധതി ഈ ഭരണസമിതി പോണ സമയത്ത് ഉദ്ഘാടനം ചെയ്യാമെന്നല്ലാതെ അത് കഴിഞ്ഞ ഭരണസമിതി കാലത്ത് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പദ്ധതിക്ക് ഇവിടെ കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ കാലങ്ങളായി 2.5 ഏക്കർ സ്ഥലം ഈ പഞ്ചായത്ത് വാങ്ങിയിട്ടുള്ളതാണ്. 2.5 ഏക്കർ സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മാർക്കറ്റിംഗ് സമ്പ്രദായം, മാർക്കറ്റിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിലാണ് അടയ്ക്ക മാർക്കറ്റ്. ഈ തൃശ്ശൂർ ജില്ലയിലെ സംസ്ഥാനത്തിന് അറിയപ്പെടുന്നതാണ് കാട്ടാക്കമ്പൽ പഞ്ചായത്തിൻ്റെ അടയ്ക്കാമേള. ആ അടയ്ക്ക മാർക്കറ്റ് പഴഞ്ഞി സ്വകാര്യ വ്യക്തിയാണ്. ആ അടയ്ക്ക മാർക്കറ്റ് അവിടെ കൊണ്ടുവരിക. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു മൃഗത്തെ അറക്കണമെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെ നല്ല രീതിയിൽ ജനങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു പൊതു മാർക്കറ്റ് തുടങ്ങാൻ കഴിയുന്ന രീതിയിൽ, അതുപോലെ തന്നെ വനിതകൾക്ക് തൊഴിലവസരം കൊടുക്കാൻ വേണ്ടി ഒക്കെ തുടങ്ങുന്ന രീതിയിൽ 2.5 ഏക്കർ സ്ഥലമുണ്ട്. ഇന്ന് ഈ നിമിഷം വരെ ഒരു നടപടി അതിന് പുറത്ത് ചെയ്തിട്ടില്ല. അത് കിട്ടിയെങ്കിൽ ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരം കിട്ടും. ഏറ്റവും നല്ല ആരോഗ്യകരമായ ഒരു പഞ്ചായത്തായി മാതൃകാപരമായി ഈ പഞ്ചായത്ത് മാറ്റാൻ കഴിയും. അതുപോലും പൊതു മാർക്കറ്റിൻ്റെ പദ്ധതി പോലും ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. പിന്നെ പറഞ്ഞത് എന്താ, റോഡിൻ്റെ കാര്യമാണ്. ഇവിടെ പുതുതായി ഈ ഭരണസമിതി വന്നതിന് ശേഷം ജനറൽ ഭാഗത്ത് പുതിയ റോഡ് സോളിങ് മെറ്റലിങ് ടാറിങ് നടത്തി ഒരു റോഡ് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടെ റോഡിൽ വരുന്നത് റോഡ് റീടാറിങ്ങാണ്. ആ റീടാറിങ് തന്നെ പരിപൂർണമായി നടപ്പിലാക്കാൻ കഴിയാത്തപ്പോൾ കഴിഞ്ഞ വർഷം പദ്ധതിയിൽ 1,89,00,000 രൂപയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇപ്പോഴത്തെ പുതിയ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നയം എന്ന് പറയുന്നത് സ്പിൽ ഓവർ പ്രവർത്തികളില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ സ്പിൽ ഓവർ പ്രവർത്തികളുണ്ടായിരുന്നു. ഇപ്പോൾ അതാത് വർഷം നമുക്ക് ഫണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ അത് സമ്പൂർണ്ണമായി നടപ്പിലാക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. 1,89,00,000 രൂപ റോഡിൻ്റെ പണികൾക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത വർഷത്തെ പദ്ധതി വരുമ്പോൾ പുതുതായി നമുക്ക് ഫണ്ട് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇപ്പോഴും ഏറ്റവും അവസാനം എന്താ, ഇവിടെ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥ സ്ഥലം മാറിപ്പോയി. എന്നിട്ട് പോലും കഴിഞ്ഞ ഒരു 10-ാം തീയതിക്ക് ശേഷമാണ് ഈ ചുമതലയേറ്റിട്ടുള്ളത്. മാർച്ച് അവസാനമാണ്, പദ്ധതി അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ പോലും എന്തൊക്കെ നടന്നാലും നമുക്കറിയാം ഈ പദ്ധതിയുടെ ഫണ്ട് വീണ്ടും നഷ്ടപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ റോഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തൃശ്ശൂർ മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കാട്ടകാമ്പാൽ സ്രായൽ റോഡ് ഇന്ന് വരെ ഒരു പണി പോലും അവിടെ നടത്തിയിട്ടില്ല. 2 ജില്ലകളെ ബന്ധിപ്പിക്കുകയാണ്. അതുപോലെ കാട്ടകാമ്പാലിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോകുന്ന പട്ടിത്തളം മങ്ങാട് റോഡ് ഒരു പ്രവൃത്തി പോലും അവിടെ ആ പ്രദേശത്ത് മഴവെള്ളം പെയ്താൽ ആ കടന്നു പോകാൻ പറ്റില്ല. അത്രയധികം ശോചനീയമായ റോഡുകൾ 2 പ്രധാനപ്പെട്ട പ്രദേശത്തുണ്ട്, പൊതു സ്ഥലങ്ങളിലുമുണ്ട്. ഇപ്പോൾ ഈ റോഡിൻ്റെ കാര്യത്തിലായാലും പ്രത്യേകിച്ച് ഒരു പുതിയ കാഴ്ചപ്പാട് ഈ യുവജനങ്ങളുടെ ഒരു ഇതിന് നടക്കും എന്ന പ്രതീക്ഷയോടുകൂടി ജനങ്ങൾക്ക് അത് നേടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെയാണ് മറ്റെല്ലാ പദ്ധതികളും ഇവിടെ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക്. പിന്നെ പറഞ്ഞു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞു. കേവലം 16 ലക്ഷം രൂപയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 16 വാർഡുണ്ട്. നമുക്കറിയാം KSEBിയുടെ പുതിയ നടപടി അനുസരിച്ച് ഏകദേശം ഒരു 200 മീറ്റർ 250 ചെയ്യുമ്പോൾ ഇത് തീരും. സമ്പൂർണ്ണ ഒരു പദ്ധതി കഴിഞ്ഞ 10-15 നടപ്പിലാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്ത് അത്. പിന്നെ അതിനുശേഷം പുതിയ താമസക്കാർ, പുതിയ വീടുകൾ, അവർക്ക് സ്ട്രീറ്റ് മെയിൻ വലിക്കുക എന്നുള്ള ഒരു വലിയ പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പിലാക്കാൻ ഇത് വെച്ചുകൊണ്ട് സമ്പൂർണ്ണമാവില്ല. പറച്ചിൽ സമ്പൂർണ്ണമാണ്, പ്രവൃത്തിയിൽ സമ്പൂർണ്ണമാണെങ്കിൽ പരിപൂർണ്ണമായി ഓരോ വാർഡിലും നടന്ന് പഞ്ചായത്തിൽ നടന്ന് എവിടെയൊക്കെയാണ് ഇല്ലാത്തത് നോക്കി അതിന് കൃത്യമായ തുക വകയിരുത്തിയാൽ മാത്രമേ സമ്പൂർണ്ണമാവാൻ പറ്റുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അത് 16 ലക്ഷം വെച്ചുകൊണ്ട് 1 ലക്ഷം കിട്ടുകൊണ്ട് ഈ സമ്പൂർണ്ണതയ്ക്ക് പുറത്തു വരുന്നത് എനിക്ക് വിശ്വാസമില്ല. കാരണം കൃത്യമായി അളന്ന് ഇതിനെ ചുമതലപ്പെടുത്തി കൃത്യമായി കണക്ക് വന്ന് ആ തുക കംപ്ലീറ്റ് വെച്ചാൽ പരിപൂർണ്ണമായിട്ട് നടപ്പാൻ എല്ലാ പദ്ധതി. ഇപ്പോൾ ജലജീവൻ പദ്ധതി ഇവിടെ നമുക്കറിയാം, അത് നടന്നപ്പോൾ പല റോഡുകളും പൊളിഞ്ഞു. അതിന് ഒരു നടപടി അവർ ചെയ്തില്ല. ആ രീതിയിൽ ആ കാര്യങ്ങൾ പോകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഭരണാധികാരികൾ തയ്യാറാവണം. എല്ലാ അധികാര സ്ഥലത്തിരിക്കുന്ന ആളുകളുണ്ട്, അവരൊന്നും ഒരു നടപടിയും ആ കാര്യത്തിൽ ചെയ്തില്ല. കാട്ടാമ്പൽ പഞ്ചായത്തിലെ ഏറ്റവും മാതൃകാപരമായ ഒരു പദ്ധതിയായിരുന്നു 10-15 നടപ്പിലാക്കിയത് കോട്ടൂൽ അരുവായ പാടത്ത് പുനർജനി കുടിവെള്ള പദ്ധതി. ആ പദ്ധതിയിൽ ഏകദേശം ഒരു 160 മീറ്റർ താകുമ്പോഴേക്കും നല്ല ശുദ്ധമായ കുടിവെള്ളം കിട്ടി. 5 കിലോമീറ്റർ ദൂരത്ത് ആ കുടിവെള്ളം എത്തി.
നേരത്തെ പറഞ്ഞ പോലെ ഈ പഞ്ചായത്തിന് എല്ലാ പ്രദേശത്തും അതിശക്തമായ രൂക്ഷമായ കുടിവെള്ളം നേരിടുന്ന പഞ്ചായത്താണ്. നേരെ മറിച്ച് അവിടെ നിന്ന് വെള്ളമടിച്ച് വാട്ടർ ടാങ്കിന് സമീപം ഒരു ടാങ്ക് പണിതാൽ അത് എല്ലാ പഞ്ചായത്ത് 16 വാർഡിലേക്ക് എത്തും. അത് ശുദ്ധമായ വെള്ളം ഒരു ഇല്ലാതെ 5 കിലോമീറ്ററിനകത്ത് ഇന്ന് നടക്കുമ്പോൾ ഈ കൂടുതൽ കുഴൽക്കിണറടിച്ച് വെള്ളം കാണാത്ത പുതിയ കാലഘട്ടത്തിലെ സാഹചര്യം മാറ്റി അതൊന്ന് പുനർജീവിച്ചാൽ അവിടെ നിന്ന് ഇവിടേക്ക് എത്തിയ നമുക്കറിയാം കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് തന്നെ ജലജീവൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് വരിക. അപ്പോൾ പ്രത്യേകിച്ച് ഫണ്ട് കുറച്ച് മുതൽ മുടക്കിയാലും നമുക്കറിയാം ഇതിനൊക്കെ ഒട്ടനവധി ഫണ്ടുകൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട്. വാട്ടർ അതോറിറ്റിക്ക് അല്ലെങ്കിൽ ജലത്തിന് വേണ്ടി കിട്ടുന്നുണ്ട്. അവിടെ തുടങ്ങി ആ പുനർജന പദ്ധതിയിലൂടെ പഞ്ചായത്തിന് വക ഒരു ടാങ്ക് ഇടാനുള്ള എല്ലാ സൗകര്യവും സ്ഥലമുണ്ട് പഞ്ചായത്തിന്. അവിടേക്ക് കൊണ്ടുവന്നാൽ സമ്പൂർണ്ണമായിട്ടുള്ള കുടിവെള്ളം പരിഹരിച്ച ഒരു പഞ്ചായത്തായി മാറാമായിരുന്നു. ഒരു നടപടി അത് കുടിവെള്ളം ചെയ്തിട്ടില്ല, റോഡിന് ചെയ്തിട്ടില്ല, വയോജനങ്ങൾക്ക് ചെയ്തിട്ടില്ല, വനിതകൾക്ക് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. പിന്നെ നെൽകർഷകരുടെ കാര്യം പറഞ്ഞു. ഈ തലപ്പള്ളി താലൂക്കിലും കുന്നംകുളം താലൂക്കിലും ഏറ്റവും കൂടുതൽ നെൽകൃഷി നടക്കുന്ന ഒരു പ്രദേശമാണ് കോൾപ്പടവ് മേഖലയാണ് നമ്മുടെ കാട്ടക്കാമ്പാലേ. ഇവിടെ ഏറ്റവും വലിയ കൃഷി പുഞ്ചകൃഷിയാണ്. ഈ പുഞ്ചകൃഷി കൊണ്ടാണ് ഇന്നത്തെ നാട്ടിലെ ജനങ്ങൾ പരിപൂർണമായിട്ട് പുതിയ കാലഘട്ടത്തിൽ പണിയെടുത്ത് അതിന് ആനുകൂല്യങ്ങൾ വാങ്ങി ജീവിക്കുന്നത്. ആ ആളുകൾക്ക് ഈ ഭരണസമിതി തുടക്കം മുതൽ ചെയ്തത് പഴയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി പഴയ കാലങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് അവർക്ക് സൗജന്യമായിട്ട് വിത്ത് നൽകിയിരുന്നു, അവർക്ക് വളം സബ്സിഡി നൽകുന്നു, നെൽകർഷകർക്ക് മറ്റേ കവുങ്ങ് തെങ്ങ് അല്ല ആ കൂടെ നെൽകർഷകർക്കും വളം നൽകിയിരുന്നു. ഇന്ന് അതൊക്കെ മാറി ഭരണസമിതി ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ അവിടെ ചെയ്ത് അവരിൽ നിന്ന് കുറച്ച് കാശ് മേടിച്ചിട്ട് അവർക്ക് കൊടുത്തത് പിന്നീട് സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത് അങ്ങനെയാണ് കർഷകർക്ക് സൗജന്യമായി കൊടുത്തിരുന്ന നെൽവിത്തിന് സംഖ്യ ഈടാക്കി. പിന്നീട് ഇപ്പോൾ അത് എല്ലാ ഒട്ടനവധി കാര്യങ്ങൾ സമരങ്ങൾ പരിപാടികളൊക്കെ നടത്തിയപ്പോൾ അതുവഴി. പക്ഷേ ഈ നിമിഷം വരെ നെൽ മേഖലയിൽ ഏറ്റവും നമ്പർ 1 പ്രദേശമാണ് കാട്ടക്കാമ്പാലി. എവിടെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും ആ പ്രദേശത്ത് നെൽ കർഷകർക്ക് വളം കൊടുക്കുന്നതിനുള്ള ഒരു നടപടി സ്വീകരിച്ചു. നമുക്കറിയാം പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് ചിലവ് കൂടി വർദ്ധിച്ചിട്ടാണ് കൃഷി ഇറക്കുന്നത്. പലപ്പോഴും കരിഞ്ഞു പോകുന്നു, വെള്ളം കിട്ടാത്ത സാഹചര്യമാണ്. ഇതൊക്കെ അതിജീവിക്കണമെങ്കിൽ കർഷകർ ഇത്തരത്തിൽ ചെയ്യണം. ആ വിത്ത് കൊടുക്കുക എന്നല്ലാതെ അത് കാലങ്ങളായിട്ട് കൊടുത്തു വരാൻ മതി. പുതിയതായിട്ട് ഒരു ഇതുണ്ട്. അപ്പോൾ ഒട്ടനവധി സുന്ദരമോഹന വാഗ്ദാനങ്ങൾ നൽകി ഇതൊക്കെ നടപ്പിലാവുമെന്ന് പ്രതീക്ഷിച്ച ജനങ്ങൾക്ക് നിരാശാജനകമായിട്ടാണ് ഈ ഭരണസമിതി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും BJP മെമ്പർ എങ്ങനെയാണ് പ്രദീപ് മെമ്പർ ഈ ഭരണസമിതിയെ വിലയിരുത്തുമ്പോൾ? ഇവിടെ കുറേ കാലത്തെ കോൺഗ്രസിൻ്റെ ഭരണം ഒരു അഴിമതി പൂർണ്ണമായിട്ടുള്ള ഭരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അഴിമതിരഹിത ഭരണം എന്നുള്ള ഒരു ഇത് മുൻകൈ എടുത്തുകൊണ്ടാണ്, അതായത് ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇവിടെ ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഒരു പഞ്ചായത്ത് ഇവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന വർക്കുകൾ സ്വാഭാവികമായിട്ട് നടക്കുന്ന വർക്കുകൾ തന്നെയാണ് നമ്മുടെ കാട്ടക്കാമ്പ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ വളരെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഒരു യുവതലമുറ നയിക്കുന്ന ഒരു ഭരണസമിതി ഇവിടെ അധികാരത്തിൽ വന്നത്. അത് ഇതില്ലാത്തത് കൊണ്ടാവാം. കാരണം ഒരുപാട് പദ്ധതികൾ വയ്ക്കുന്നുണ്ട്, പദ്ധതികൾക്ക് ഫലം കണ്ടെത്തുന്നുണ്ട്, പക്ഷേ പദ്ധതികൾ പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗം എന്നുള്ള എനിക്ക് പറയാനുള്ളത്. കാരണം മുമ്പ് മണിയാണ്ട് മെമ്പർ സൂചിപ്പിച്ച പോലെ ഇവിടെ ഒരു 2.5 ഏക്കർ സ്ഥലം വർഷക്കണക്കിനായിട്ട് പഞ്ചായത്ത് ഏറ്റെടുത്ത് അവിടെ കിടക്കുകയാണ്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു MP-യും അതുപോലെ തന്നെ MLA-യും സർക്കാരും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്തും എല്ലാം ഭരിക്കുന്ന ഇതാണ് LDF-ൻ്റെ നേതൃത്വത്തിലാണ്. ഈ ഭരണസമിതിക്ക് ചെയ്യാവുന്ന മൃഗീയമായി ഭൂരിപക്ഷമുള്ള ഏകദേശം 16 അംഗങ്ങളിൽ 12 അംഗങ്ങൾ LDF അംഗങ്ങളാണ്. ഏത് തരത്തിൽ വേണമെങ്കിലും എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും നമുക്ക് ഈ പഞ്ചായത്തിലെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ഈ LDF ഭരണസമിതിക്ക്. അതായത് കുറേ കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യത്തിൽ ആദ്യം 2021 ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നിലാവ് എന്ന കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതി, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു പദ്ധതി ഉണ്ടായി. ഏകദേശം നമ്മൾ ഈ എല്ലാവരും കൂടി ആലോചിച്ചിട്ട്, അതായത് ഈ ഭരണസമിതിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ആരും വികസന കാര്യങ്ങളിൽ ഇടപെടാറില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1000 ബൾബുകൾ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റുകൾ, അതായത് നിലാവ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തായിട്ടൊരു പദ്ധതിയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള പഞ്ചായത്തുകൾ നാമമാത്രമായ രീതിയിൽ ബൾബുകൾ ഓർഡർ ചെയ്യുമ്പോഴും, അതായത് ലൈറ്റുകൾ ഓർഡർ ചെയ്യുമ്പോഴും നമ്മുടെ പഞ്ചായത്ത്
1000 ബൾബുകൾ ഓർഡർ ചെയ്തു. പക്ഷേ അതിൻ്റെ പ്രവർത്തനം ഏകദേശം 660 ബൾബുകളാണ് ഈ 3 കൊല്ലമായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ആ ഫിക്സ് ചെയ്ത ബൾബുകൾ ഭൂരിഭാഗം ഇന്ന് പ്രവർത്തനരഹിതമാണ്. നിരന്തര കമ്മിറ്റികളിൽ നമ്മളത് ആവശ്യപ്പെടുന്നുണ്ട്, കാരണം അതിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ചില പോസ്റ്റുകളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു പോസ്റ്റുമ്പോൾ 2 ബൾബാവും. നിലാവിൻ്റെ ഒരു ബൾബ് ഒരു സൈഡിൽ നിൽക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ താഴെ വേറൊരു ബൾബ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ തികച്ചും ഗവൺമെൻറ്റിൻ്റെ നമുക്ക് നമ്മുടെ പൊതുജനത്തിൻ്റെ പൈസ, അതായത് അവരുടെ ധനം ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായി. അതുപോലെ തന്നെ അത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയാം. ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അത് നമ്മൾ നിഷേധിക്കുന്നില്ല. കാരണം സ്ട്രീറ്റ് മാൻ വലിക്കുന്ന കാര്യങ്ങൾ കാര്യക്ഷമമായ രീതിയിൽ തന്നെ എല്ലാ വാർഡുകളിലും വാർഡ് മെമ്പർമാരുടെ സ്വഭാവത്തിനനുസരിച്ച് അതും കൂടി പറയണം നടക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം റോഡുകളുടെ കാര്യത്തിൽ നമ്മൾ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള വികസനമാണ്, നമ്മൾ വിമർശനങ്ങളാണ് നമ്മളിത് ഈ പഞ്ചായത്ത് തലത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ഭരണസമിതി നിലവിൽ വന്നാൽ അത് BJP പ്രതിനിധി ആയിക്കോട്ടെ, കോൺഗ്രസിൻ്റെ പ്രതിനിധി ആയിക്കോട്ടെ, അല്ലെങ്കിൽ CPMൻ്റെ പ്രതിനിധി ആയിക്കോട്ടെ, വന്നു കഴിഞ്ഞാൽ വികസന കാര്യങ്ങളിൽ ഒറ്റക്കെട്ടാണ്. പഞ്ചായത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ് ഞാൻ പഠിച്ചിരിക്കുന്ന ഇതിൻ്റെ അതിൽ. റോഡുകളുടെ കാര്യത്തിൽ പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ ഒരുവിധം എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് വിനിയോഗിക്കുന്നത്. ഒരു MLA ഫണ്ട് വന്നാലോ, ഒരു MP ഫണ്ട് വന്നാലോ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് വന്നാലോ, ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് വന്നാലോ, അത് ഭരണകക്ഷിയുടെ വാർഡുകളിലേക്ക് മാത്രം പോകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് പല പദ്ധതികളും. പക്ഷേ പൊക്കോട്ടെ, കാരണം പൊതുവായിട്ട് നമ്മുടെ അവിടെ കാര്യങ്ങൾ നടക്കുന്നതിന് നമ്മളെ അതിനോട് യോജിക്കുന്നു. കാരണം നമ്മൾ പഞ്ചായത്തിൻ്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ ഒരു ഭരണസമിതി പ്രവർത്തിക്കുന്നത്. പക്ഷേ ഫണ്ടുകൾ വിനിയോഗിക്കേണ്ട കാര്യത്തിൽ അത് കാണുന്നില്ല. ഫണ്ടുകൾ അത് വെക്കുന്ന കാര്യത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. അത് ഫലവത്തായ രീതിയിൽ വിനിയോഗിക്കുന്ന രീതിയിൽ റോഡുകളുടെ കാര്യത്തിൽ അത് കാണുന്നില്ല. അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ വാർഡിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ ഒരു MCF കാലങ്ങളായിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ കേന്ദ്ര ഫണ്ടുകൾ നമുക്ക് കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. MCFൻ്റെ പ്രവർത്തനം, MCF ഇല്ലാത്തത് കാരണം അവിടെ സ്ഥലം കണ്ടെത്തിയിട്ട് MCF തുടങ്ങാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ ഭരണസമിതി നേതൃത്വത്തിൽ അവിടെ ഒരു സബ് സെൻറ്റർ അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ്. അതായത് ഭരണസമിതിക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. അത് നമ്മൾ നിഷേധിക്കണമൊന്നുമില്ല. അല്ലാതെ എല്ലാത്തിനും കണ്ണടച്ച് വിമർശിക്കേണ്ട സ്വഭാവം നമുക്കില്ല. അതുപോലെ തന്നെ വയ്യാത്ത കുട്ടികൾക്കായിട്ടുള്ള ഒരു ബഡ്സ് സ്കൂൾ, അതിനുള്ള ഒരു പ്രപ്പോസൽ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങേപ്പുറത്ത് നമ്മൾ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 53 കുടിവെള്ള പദ്ധതികൾ നമ്മുടെ കാട്ടാമ്പ ഗ്രാമപഞ്ചായത്തിലുണ്ട്. നമ്മൾ പറയുന്ന പോലെ ചുറ്റുവട്ടം വെള്ളം കൊണ്ട് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കാട്ടാമ്പ ഗ്രാമപഞ്ചായത്ത്. വേനൽക്കാലമായി കഴിഞ്ഞാൽ ഒരു മാർച്ച് മാസമായി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ വെള്ളമില്ലാത്തൊരവസ്ഥ. പഞ്ചായത്തുകൾ ഫണ്ടുകൾ വയ്ക്കുന്നുണ്ട്, നല്ല രീതിയിലുള്ള ഫണ്ടുകൾ കുടിവെള്ള പദ്ധതികൾക്ക് വയ്ക്കുന്നുണ്ട്. ഇത് ഫലവത്തായ രീതിയിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല. ഈ 53 കുടിവെള്ള പദ്ധതികളിലെ ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങുകളിൽ ഞാൻ പല ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടു, അതിനൊരു കോർഡിനേഷൻ വേണം. നമ്മൾ പഞ്ചായത്ത് തലത്തിലും നിയന്ത്രണം വേണം. കാരണം നമ്മളൊരു കുടിവെള്ള പദ്ധതി നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഓപ്പണായിട്ട് നമ്മൾ വിട്ടുകൊടുക്കുക, അതായത് അവിടുത്തെ ജനകീയ സമിതിക്ക്. ഈ ജനകീയ സമിതിയുടെ പ്രവർത്തനം കൊണ്ട് ജനകീയ സമിതി അതിൻ്റെ പ്രോപ്പറായ രീതിയിലല്ല പോകാത്ത കാരണം അത് ഭൂരിഭാഗം കക്ഷി രാഷ്ട്രീയത്തിനനുസരിച്ചാണ് നീക്കുന്നത്. ആ പദ്ധതികൾ മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. ഓരോ കുടിവെള്ള പദ്ധതിക്ക് ഏകദേശം 10 ലക്ഷം 15 ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന പദ്ധതികളാണ്. ഇതൊക്കെ നമ്മൾ ദൂർത്തിൻ്റെ പര്യായങ്ങളായി മാറി. കാരണം അത് ഫലവത്തായ രീതിയിൽ നമുക്ക് ജനങ്ങളിൽ എത്തിക്കാൻ നമുക്ക് 53 കുടിവെള്ള പദ്ധതികൾ ഉണ്ടായിട്ട് പോലും നമുക്ക് സാധിക്കുന്നില്ല. ഇതുപോലെ തന്നെ എൻ്റെ വാർഡിലെ വാട്ടർ ടാങ്ക്, അതായത് ഒരു വാട്ടർ അതോറിറ്റിയുടെ വെള്ളം സപ്ലൈ ചെയ്തിരുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ വന്ന സമയം മുതലേ ആവശ്യപ്പെടുന്നതാണ്, ഒരുപാട് പത്രമാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടുള്ളതാണ്. ഏകദേശം 3 ഏക്കർ സ്ഥലത്ത് ഒരു ടാങ്ക് നിലനിൽക്കുന്നുണ്ട്. ടാങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു കിണർ നിലനിൽക്കുന്നുണ്ട് വാട്ടർ അതോറിറ്റിയുടെ. ഇത് വരാതെ ഏറ്റെടുക്കേണ്ട നടപടികളിൽ നിരന്തരമായിട്ട് നമ്മൾ ലെറ്ററുകൾ കൊടുത്തും മറ്റുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് പോലും അതിൻ്റെ ഫലവത്തായ രീതിയിൽ അത് ഏറ്റെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതായത് ഏറ്റെടുത്ത് പഞ്ചായത്തിൻ്റെ ഭൂമിയിലാണ് വാട്ടർ അതോറിറ്റിയുടെ ഇത് നിൽക്കുന്നത്. നമുക്കത് ഏറ്റെടുത്ത് സുഗമമായിട്ട് വേറെ എന്തെങ്കിലും പ്രവർത്തനങ്ങളാണ് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് അത് വെറുതെ കടന്നു പോവുകയാണ് നമ്മൾ. കാരണം ഇന്നത്തെ കാലത്ത് നമ്മളൊരു 3 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് ബസ്സുകൾ വരുന്ന സ്ഥലമാണ് ചെർക്കൽ സെൻറ്റർ. ഈ ചെർക്കൽ സെൻറ്ററിലെ അതായത് മലപ്പുറത്തിൻ്റെ ഏകദേശം മലപ്പുറം ജില്ലകളുടെ പാലക്കാട് അത് തൃശ്ശൂർ ജില്ലകളുടെ ഒരു സംഗമ സ്ഥാനമാണ് ശരിക്കും ചെർക്കൽ എന്ന് പറയുകയാണെങ്കിൽ. അവിടെ നമുക്ക്
അതായത് യാത്രക്കാർക്ക് ഒരു പ്രാഥമിക സൗകര്യം പുലർത്തുന്നതിന് വേണ്ടി, പ്രാഥമിക ആവശ്യങ്ങൾ നിലനിൽക്കുന്നതിന് വേണ്ടി ഒരു ബാത്റൂം സംവിധാനം, മറ്റുള്ള കാര്യങ്ങൾ, ഒരു ബസ് ഷെൽട്ടർ പോലുമില്ല. ഈ കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പദ്ധതികൾ ഫലവത്തായ രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ആ പാർട്ടിയുടെ പ്രതിനിധികളെ എനിക്ക് പറയാനുള്ളത്. ഇവിടെ ലൈഫ് മിഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. PMAY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുണ്ട്, പ്രധാനമന്ത്രി ആവാസ് യോജന. അതിൻ്റെ പ്രവർത്തനങ്ങൾ വെറും നാമമാത്രമായ രീതിയിൽ ഒരു കൊല്ലത്തിൽ ഒരാൾക്കോ രണ്ടാൾക്കോ മാത്രമാണ് അതിനെ ഇവിടെ നമ്മൾ ഇത് വെക്കുന്നത്. ആ പേര് പോലും ഇവിടെ ഉച്ചരിക്കരുത് എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ഭരണസമിതിയുടെ പല കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതികൾ, ഇപ്പോൾ നമ്മൾ മുൻ മെമ്പർ സൂചിപ്പിച്ച പോലെ ഇവിടെ പുതിയ റോഡുകൾക്കൊന്നും നമുക്ക് അനുമതി കിട്ടുന്നില്ല. പുതിയ റോഡുകൾ ആകെ കൂടി നമ്മൾ ചെയ്യാൻ പറ്റാവുന്ന ഒരു സംവിധാനങ്ങൾ എന്താണുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താനാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ സാങ്കേതിക വശങ്ങളെക്കാൾ ഉപരി ഉദ്യോഗസ്ഥന്മാരുടെയോ ഭരണകക്ഷിയായിട്ടുള്ള പാർട്ടി താല്പര്യം എന്തോ കണക്കിലെടുത്താണെന്ന് അറിയുന്നില്ല. ഈ 2021 ശേഷം, അതായത് വളരെ വിരലിൽ എണ്ണാവുന്ന രീതിയിലുമുള്ള റോഡുകളുടെ പ്രവർത്തനം മാത്രമേ നമ്മൾ നടന്നിട്ടുള്ളൂ. ഈ പഞ്ചായത്തിൽ നടന്നുള്ളൂ. ഒരു 4-5 റോഡുകളുടെ പ്രവർത്തനം. അതായത് ഓരോ കൊല്ലം 2 കോടി 3 കോടി രൂപയുടെ പരിപാടികൾ, അതായത് നമ്മളെ തൊഴിലുറപ്പിലെ തൊഴിലാളികളുടെ വേതനത്തിൻ്റെ അനുസരിച്ചിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചാണ് ഇതിൻ്റെ പദ്ധതികൾ വരിക. പക്ഷെ നമുക്ക് ഓരോ കൊല്ലവും എല്ലാ വാർഡിലേക്കും ഓരോ റോഡ് എന്നുള്ള പുതിയ റോഡ് നമുക്ക് വെക്കാനുള്ളൊരു കാഴ്ച ഇതുണ്ട്, അതിനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ അത് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. അങ്ങനെ മൊത്തത്തിൽ കേന്ദ്ര പല പദ്ധതികളും ഇവിടെ വരരുത്, ഇവിടെ അത് ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ ഭരണകക്ഷിയുടെ പല നിലപാടുകളെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രസിഡന്റ്, ചില ആരോപണങ്ങളുണ്ട്. ആദ്യം തന്നെ അവിടെ നിന്ന് നിർത്തിയെടുത്ത് തന്നെ തുടങ്ങാം. അതായത് രാഷ്ട്രീയമായി അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ വാർഡുകളിലേക്കാണ് ഫണ്ട് വിഹിതം കൂടുതൽ പോകുന്നതെന്ന് പറയുന്നു. അപ്പോഴും അവർ അതിനെ വികസനത്തിൻ്റെ കാര്യത്തിൽ പിന്തുണയ്ക്കുമ്പോൾ പോലും അവിടെയും അത് ഫലവത്തായി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന ആരോപണം. അവിടുന്ന് തന്നെ മറുപടി തുടങ്ങാം. നമ്മൾ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ടുകൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരിക്കലും രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഭരണസമിതി ഫണ്ടുകൾ ഡിവൈഡ് ചെയ്യുന്നത്. ഭരിക്കുന്ന പാർട്ടികൾക്ക് കൊടുക്കുന്ന അതേ ഒരു ആനുകൂല്യം നൽകുന്നത് പോലെ മറ്റുള്ള പാർട്ടികൾക്കും തുല്യമായിട്ട് ഫണ്ട് പങ്കുവച്ചിട്ട് തന്നെയാണ് ഈ വർഷം വരെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ MP-യുടെ ആയാലും MLA-യുടെ ആയാലും ഫണ്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എവിടെയാണോ അത് ഉപയോഗപ്രദമാകുന്നത് ആ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അല്ലാണ്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യങ്ങളായിട്ട് വന്നിട്ടില്ല. പൊതുവെ ഇപ്പോൾ റോഡുകളായാൽ പോലും ഒരു വാർഡിൽ മാത്രമായിട്ടുള്ള പിന്തുണയ്ക്കുന്നുണ്ട് അവർ, പക്ഷേ അത് ഫലവത്തായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനോട് യോജിപ്പില്ല. നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ റോഡുകളായാൽ പോലും 1-2 വാർഡുകളിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട റോഡുകൾ തന്നെയാണ് ഈ MLA ഫണ്ട് പാസ്സായിട്ടുള്ള റോഡുകൾ. അതിലിപ്പോൾ ചില വിഷയങ്ങളുണ്ട് എന്നുള്ളത് പറഞ്ഞത് യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്ക് വർക്ക് ടെൻഡർ കഴിഞ്ഞ് നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലാണ് ജലജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൈപ്പിടുന്ന വർക്കുകൾ വരികയും റോഡ് ഇരിക്കുന്നൊരവസ്ഥ വന്ന് അതിനുശേഷം നമുക്ക് റോഡ് പണിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാട്ടകാമ്പാൽ കൊണ്ടടക്കട് റോഡിൻ്റെ നിർമ്മാണം പാതി വഴിയിലായിട്ട് മുടങ്ങിക്കിടക്കുന്നത്. പക്ഷേ അത് വീണ്ടും കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് പുതിയ ടെൻഡർ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ഈ മഴക്കാലത്തിന് മുന്നേ തന്നെ നമുക്ക് ആ റോഡ് പണി പൂർത്തീകരിച്ച് തരുമെന്നുള്ളത് തന്നെയാണ് PWD വകുപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിയിപ്പ്. കൂടാതെ പട്ടിത്തടം മങ്ങാട് റോഡ് ഈ പറഞ്ഞതുപോലെ മോശം അവസ്ഥയിൽ തന്നെയാണ്. അതും എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് അതിൻ്റെ വർക്ക് നിർമ്മാണം പൂർത്തീകരിക്കേണ്ട നടപടിയുമായിട്ട് തന്നെയാണ് PWD മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ തന്നെ ഏറ്റവും വലിയ ഒരു മിഷൻ പദ്ധതിയാണ് ലൈഫ് മിഷൻ എന്നുള്ളത്. ലൈഫ് മിഷൻ യാതൊരു തരത്തിലും നടന്നില്ല എന്ന് പറയുന്ന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ SC ഗുണഭോക്താക്കൾക്കും ജനറൽ ഗുണഭോക്താക്കൾക്കും വീടുകൾ കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സ്ഥലം കണ്ടെത്തിയിട്ട് വീട് വയ്ക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞതുപോലെ താമസം നേരിടേണ്ടി വന്നിട്ടുള്ളത്. സ്ഥലം കണ്ടെത്തി വരിക എന്നുള്ളത് വളരെയധികം റിസ്ക് ഉള്ളത് കൊണ്ട് ഗുണഭോക്താക്കൾ വൈകി വരുന്നൊരവസ്ഥയാണ്. പക്ഷേ സ്ഥലം കണ്ടെത്തി വന്നു കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ എഗ്രിമെൻറ്റ് വെക്കാനും നമുക്ക് ലഭ്യമായ ഫണ്ട് ഒരിക്കലും ഗുണഭോക്താവിന് കൊടുക്കാതെ തടഞ്ഞു നിൽക്കുന്ന ഒരു പ്രവണത ഈ പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല. അതിപ്പോൾ നമുക്ക് ബ്ലോക്കിൽ നിന്ന് കിട്ടുന്ന ഫണ്ടായാലും ജില്ലയിൽ നിന്നായാലും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ഫണ്ടുകളായാലും കൃത്യമായിട്ട് അതാത് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാർ അത് നേടിയെടുക്കാനും യഥാസമയം ഗുണഭോക്താക്കൾക്ക് കൈമാറാനും വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഏകദേശം 39ഓളം പേര് ലൈഫ് ജനറൽ പദ്ധതിയിലും 45ഓളം പേര് SC വിഭാഗത്തിലും വീട് പണി പൂർത്തീകരിച്ചവരാണ്.
അടുത്ത ഗുണഭോക്താക്കളെ എത്രയും പെട്ടെന്ന് എഗ്രിമെൻറ്റ് വെക്കേണ്ട നടപടികൾ പകുതിയെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അവർക്ക് എത്രയും വേഗം ഒരു എഗ്രിമെൻറ്റ് നടപടികളുമായി പോയി കഴിഞ്ഞാൽ ഗുണഭോക്താക്കളുടെ മീറ്റിംഗ് സംഘടിപ്പിച്ചുകൊണ്ട് എഗ്രിമെൻറ്റ് വെക്കാനും ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഒരിക്കലും കാലതാമസം നേരിടാതെ തന്നെ അത് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാനും വേണ്ടി സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത്. സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യം പറയുമ്പോൾ പദ്ധതിക്ക് മേൽ പദ്ധതി നിലാവ് പദ്ധതി വരുന്നു. അത് ഡബിൾ തീർച്ചയായിട്ടും വളരെ ഒരു നല്ലൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് നമ്മൾ ആ ഒരു പദ്ധതി ഏറ്റെടുത്തത്. തുടക്കത്തിൽ KCB ആണ് അതിൻ്റെ മെയിൻ്റനൻസ് നമ്മൾ ഭരണസമിതി ഏൽപ്പിച്ചുള്ളത്. കമ്മിറ്റിയിൽ ഐക്യകണ്ഠേന തീരുമാനിച്ചെടുത്തുള്ള ഒരു തീരുമാനം തന്നെയാണ്. എല്ലാവരുടെയും ഒരേ അഭിപ്രായത്തോട് കൂടിയിട്ട് സമ്പൂർണ്ണ സ്ട്രീറ്റ് ലൈറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഏറ്റെടുത്തത്. ആദ്യഘട്ടങ്ങളിലെല്ലാം തന്നെ നമുക്ക് ലഭ്യമായിരുന്നതാണ്. പിന്നീട് സ്റ്റോക്കിൻ്റെ ഒരു കുറവ് മൂലം അതിൻ്റെ മെയിൻ്റനൻസിൽ ചെറിയൊരു തടസ്സം നേരിടേണ്ടി വന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ വെളിച്ചം നൽകുക എന്നുള്ളത് ഭരണസമിതിയുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അത് AMC ചെയ്ത് കിട്ടുന്നതിൻ്റെ കാലതാമസം കൊണ്ട് നമുക്കവിടെ വേറെ ബൾബുകൾ സ്ഥാപിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പകൽ വീടിൻ്റെ അടക്കം പകൽ വീട് ഇപ്പോഴും പ്രാബല്യത്തിലായിട്ടില്ലെന്നാണ് പറയുന്നത്. പകൽ വീടിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അതിന് വയോജനങ്ങളാണ് വന്നിരിക്കുന്നത്. അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്ന ആളുകളും കൂടിയായിരിക്കാം. അപ്പോൾ അവരെ നോക്കാനായിട്ട് ഒരാളെ ചുമതലപ്പെടുത്തുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അവിടെ വന്നു പോകുക എന്നത് മാത്രമല്ല, അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളുകളുണ്ട്, മരുന്ന് കഴിക്കുന്നവരുണ്ടായിരിക്കാം. അവരെ നോക്കാൻ കൂടി ഒരാൾ വേണം എന്നുള്ളത് ഭരണസമിതിയുടെ താല്പര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ പദ്ധതിയിൽ ഒരു കെയർ ടേക്കർക്കുള്ള ഓണറേറിയം നിശ്ചയിച്ചുകൊണ്ട് ഒരാളെ നമ്മൾ വെക്കണം എന്നുള്ള പദ്ധതി കൂടി ഏറ്റെടുത്തത്. പിന്നെ സൗകര്യക്കുറവുള്ള ഒരു കെട്ടിടമായതുകൊണ്ട് തന്നെ ഒന്നുകൂടി വിശാലമായിട്ടുള്ളൊരു സൗകര്യം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു പദ്ധതി കൂടി ഏറ്റെടുത്തിട്ട് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒട്ടും വൈകാതെ തന്നെ ഈ മാസം ലാസ്റ്റോട് കൂടിയിട്ട് നമ്മളത് ഉദ്ഘാടനം ചെയ്ത് കൊടുക്കുന്നതിനാണ്. പലതവണയായിട്ട് നമ്മൾ തീരുമാനം എടുത്തിട്ടുള്ളതാണ്. ഈ കെയർ ടേക്കറുടെ ഒരു നിയമനത്തിൻ്റെ കാലതാമസം കൊണ്ടാണ് ഇത്തിരി വൈകി പോയിട്ടുള്ളത്. ഇത്തരം ഈ സാങ്കേതിക പ്രശ്നങ്ങൾ ഈ പല പദ്ധതികളെയും പൂർത്തീകരണത്തിൽ അല്ലെ പ്രാബല്യത്തിലേക്ക് എത്തിക്കാൻ വല്ലാണ്ട് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇപ്പം വേറൊരു കാര്യം പറഞ്ഞത് പുനർജന്മം ഇല്ല എന്നാണ് പറയുന്നത്. പുനർജനിക്ക് എന്നാണ് പുനർജന്മം ഉണ്ടാകുക എന്നാണ് ചോദിക്കുന്നത്. പുനർജനി പദ്ധതി ഇപ്പം നിലവിൽ പഞ്ചായത്തല്ല ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. അവിടുത്തെ ഒരു കമ്മിറ്റിയാണ്. അത് യഥാസമയങ്ങളിൽ അവരുടെ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് കമ്മിറ്റിയിൽ തന്നെ പരിഹരിച്ചുകൊണ്ട് വെള്ളം കൊടുക്കാനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാട്ടർ ചാർജ് ഈടാക്കാനും കറണ്ട് ബില്ല് അടയ്ക്കാത്തതിൻ്റെ മുകളിൽ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി അത് അവിടുത്തെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് ഭരണസമിതിയിലേക്ക് വന്ന് ഭരണസമിതി അനുയോജ്യമായിട്ടുള്ള തീരുമാനം എടുത്തുകൊണ്ടും നമ്മൾ ഇടപെട്ടുകൊണ്ടും പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അത് യഥാസമയം പരിഹരിച്ചു പോയിട്ട് ആളുകൾക്ക് വെള്ളം കൊടുക്കുന്ന രീതി ആ കമ്മിറ്റിക്കാർ ചെയ്തു വരുന്നുണ്ട്. ഈ പ്രസിഡന്റ് തന്നെ പറഞ്ഞു കാർഷിക മേഖലയാണ്, പ്രത്യേകിച്ച് നെൽകർഷകർ ഏറെ ഉള്ളതാണ്. ഇപ്പോൾ മണികണ്ഠൻ മെമ്പർ പറഞ്ഞ പോലെ അതായത് നെൽകർഷകർക്ക് ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് നൽകിയ സൗജന്യ സേവനം പിന്നീട് ഇടക്കാലത്ത് ഫണ്ട് പിരിവിലൂടെ സൗജന്യ സേവനം എത്തിക്കേണ്ട ഒരു ഗതിയിൽ പിന്നെ മാറി വരുന്നു. അപ്പോൾ അതൊക്കെ എന്താണ് പഞ്ചായത്തിന്റെ തവണ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ സാമ്പത്തിക വർഷം അവസാനത്തിൽ തന്നെ തീർച്ചയായിട്ടും സൗജന്യമായിട്ട് കൊടുക്കാമെന്നുള്ള തീരുമാനമെടുക്കുകയും സൗജന്യമായിട്ട് കൊടുക്കുന്ന രീതിയിൽ ഫണ്ട് വകയിരുത്തുകയാണ് ചെയ്തിട്ട്. ഈ കർഷകരെ കൂടുതൽ ആ മേഖലയിലേക്ക് എത്തുന്നില്ല. കാരണം പല കർഷകരും ഇപ്പോൾ കൃഷിയിൽ നിന്ന് അകലുന്നു എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു കാർഷിക മേഖലയിൽ കർഷകർ അകലുന്നത് പഞ്ചായത്തിൽ ഒരു എത്തിപ്പെടേണ്ട കാര്യമല്ല. കാരണം പഞ്ചായത്ത് അത്തരം കാര്യങ്ങൾ മുൻകൈ എടുത്ത് കർഷകരെ ഇപ്പോൾ യുവാക്കളെ അടക്കം കാർഷിക മേഖലയിലേക്ക് എത്തിക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുള്ളതല്ലേ. അപ്പോൾ ഇവിടെ കർഷകർ അകന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു കാർഷിക മേഖലയിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ ഒരു വലിയ വീഴ്ചയല്ലേ അത്? കാർഷിക മേഖലയിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്ന സേവനങ്ങൾ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് എന്നുള്ളത് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഒരുപാട് പ്രതിസന്ധികളാണ് ഇന്ന് കർഷകർ നേരിടുന്നത്. വളരെ ആശങ്കകളോട് കൂടിയിട്ട് അവർ വെത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന സമീപനം കൂടി നമ്മൾ നോക്കണം. കാലവർഷക്കെടുതി മൂലം അല്ലാതെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ അവരുടെ കൃഷി നശിക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടി ഭരണസമിതിയും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരുകളും അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആ ഒരു വിഷയം കൂടി കർഷകരെ നിരാശപ്പെടുത്തുന്ന ഒരു പ്രകൃതിക്ഷോഭങ്ങൾ കൂടി കർഷകരുടെ നിരാശയ്ക്കൊരു കാരണം തന്നെയാണ്. അല്ലാണ്ട് നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ കുറഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കതിനോട് യോജിപ്പില്ല. അത്തരം കാര്യങ്ങൾ കർഷകർക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. കർഷകർക്ക് വേണ്ട സഹായങ്ങളും സേവനങ്ങളും നമുക്ക് ലഭിക്കുന്ന ഫണ്ടിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനൊന്നും യാതൊരുവിധ
ഫണ്ട് തടഞ്ഞു വെക്കുകയോ യഥാസമയം കൊടുക്കാത്തൊരവസ്ഥയുണ്ടായിരുന്നില്ല. പൂർണ്ണമായിട്ടും കൃഷിക്ക് ലഭിക്കുന്ന ഫണ്ട് 100% ചെലവഴിച്ചിട്ടുണ്ട്. മെമ്പർമാർ രണ്ടുപേരും ഒരുപോലെ ആരോപിച്ചൊരു കാര്യം, അതായത് പഞ്ചായത്തിന് 2.5 ഏക്കറോളം സ്ഥലമുണ്ട്. അടയ്ക്ക മാർക്കറ്റ് അടക്കം, സംസ്ഥാനത്തെ അറിയപ്പെടുന്ന അടയ്ക്ക മാർക്കറ്റ് അടക്കം, അല്ലെങ്കിൽ അതൊക്കെ ഒരുമിച്ച് ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്ന് വലിയൊരു മാർക്കറ്റ് സംവിധാനത്തിലേക്ക് എത്താനുള്ള സ്ഥലങ്ങളുണ്ടെന്നിരിക്കെ അത്തരത്തിലേക്കുള്ള പദ്ധതികളൊന്നും എത്താത്തത് എന്തുകൊണ്ടാണ് പഞ്ചായത്ത്? നമ്മൾ അത്തരത്തിലുള്ള പദ്ധതികൾ പ്രൊപ്പോസൽ വെക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ മുൻപുള്ള ഭരണസമിതി ഏറ്റെടുത്തുകൊണ്ട് വാങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ് 2 ഏക്കർ എന്നുള്ളത്. നമുക്ക് പാടം ചുറ്റുഭാഗവും വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാകുമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. നിലം എന്നുള്ളത് തരം മാറ്റി വരിക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് വേറെ വല്ല സ്ഥലങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാം. ഈ തരം മാറ്റിയെടുക്കുക എന്നുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ കാലതാമസമാണ് ഈ മാർക്കറ്റ് പോലെയുള്ള പദ്ധതികൾ ഏറെ വൈകുന്നത് കാരണമാകുന്നത്. കഴിഞ്ഞ ഭരണസമിതി എടുത്ത മണിയുണ്ട്, അതാണോ ശരിയാണോ? ഈ സ്ഥലം ഏറ്റെടുപ്പിൽ അപ്പോൾ അത് അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറിൽ നിന്ന് അതിലേക്ക് മണ്ണടിച്ച് നികത്തി ചുറ്റുമതിൽ കെട്ടി അതൊരു പൊതുമാർക്കറ്റിന് വേണ്ടിയിട്ടാണ് സ്ഥലം ഏറ്റെടുത്തത്. അന്നത്തെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറിൽ നിന്ന് അനുമതി മേടിച്ചിട്ടാണ് ആ പാടശേഖരത്ത് മണ്ണടിച്ച് നികത്തിയിട്ടുള്ളത്. ചെന്ന് നോക്കി കാണും, ചുറ്റുഭാഗത്തും മതിൽ കെട്ടി ഉയർത്തിയിട്ടുള്ളത്. അവിടെ ചെറിയ സാങ്കേതിക ഒരു വിഷയമുള്ളതെന്ന് വെച്ചാൽ ഒരു റോഡ് വേണം ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ. അവിടുത്തെ ആളുകളുമായി സംസാരിച്ചപ്പോൾ റോഡ് തന്നെ അവർ തയ്യാറാണ്. മറ്റേ ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ 8 മീറ്ററിൻ്റെ അല്ലെങ്കിൽ 10 മീറ്ററിൻ്റെ റോഡ് കിട്ടിയാൽ മറ്റൊരു സാങ്കേതിക തടസ്സങ്ങളുമില്ല. പിന്നെ നമുക്കറിയാം സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ പദ്ധതി എന്താ, ഇത്തരം സ്ഥലങ്ങൾ കാലങ്ങളായി നമ്മുടെ കയ്യിലുള്ളപ്പോൾ 25 സെൻറ്റ് സ്ഥലമുള്ള വ്യക്തികൾക്ക് മറ്റുള്ള ആളുകൾക്കൊക്കെ ഈ സംഭാവന ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ശോഭാ സിറ്റി ഉൾപ്പെടെ തൃശ്ശൂർ മേഖലത്തെ കാര്യങ്ങളൊക്കെ ബഹുമാന അന്നത്തെ മുഖ്യമന്ത്രി അച്യുതാനന്ദനെ ഉദ്ഘാടനം ചെയ്ത് അവിടെ വന്നിട്ട് അതല്ലേ ആ പ്രദേശങ്ങളിലൊക്കെ ഏറ്റവും ഞങ്ങൾ പാടം എന്ന് പറയുന്നത് പാറാമ്പാടം ഇന്ന് ഏറ്റവും വലിയ മേഖലയാണ്. ഇത് പാവപ്പെട്ട കർഷകരുടെ ആവശ്യത്തിന് വേണ്ടി അന്നത്തെ ഭരണസമിതി ജില്ലാ കളക്ടറിന് അനുമതി വാങ്ങിയാലേ സ്ഥലം വാങ്ങാൻ പഞ്ചായത്ത് പദ്ധതി ചെലവാക്കാൻ പറ്റുള്ളൂ. മണ്ണടിക്കാനുള്ള അനുമതി വാങ്ങി മണ്ണടിച്ച് നികത്തി സൈഡ് കെട്ടി പദ്ധതി പണം ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള പദ്ധതിയാണ്. അതിന് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ശരിയാക്കി മുന്നോട്ട് പോകാൻ കഴിയണം. കാരണം ഇവിടെ ഒരു സമയത്ത് തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെ മണ്ഡലമായിരുന്നു ഇത്, എപ്പോഴും മണ്ഡലമായിരുന്നു ഇത്. മന്ത്രി തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെ മണ്ഡല, അദ്ദേഹം ഇപ്പോഴത്തെ MLA ആണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇതൊക്കെ സർക്കാരിൽ പോയി പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ അത് ഭരണസമിതി ആളുകൾ, പഞ്ചായത്തിൻ്റെ ആളുകളാണ് അതിന് മുൻകൈ എടുത്ത് ആ പ്രവൃത്തിക്ക് വേണ്ടി നടക്കുന്നത്. അത് നടക്കാത്തതിൻ്റെ പേരിലാണ് ഇപ്പോഴും അത് പുറകോട്ട് കഴിഞ്ഞ മുൻകൈ എടുക്കലിന് കുറവുണ്ടോ? ഇല്ലില്ല, നമ്മൾ 2-3 തവണ അതുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ അത് ഫോട്ടോ എടുത്ത് വരുമ്പോഴും 4 ഭാഗത്തും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. മണ്ണിട്ട് ഉയർത്തി മതിൽ കെട്ടിയെന്ന് പറയുമ്പോൾ ഒരാൾക്കുള്ള ഉയരമുള്ള മതിലുകളൊന്നല്ല. തീർച്ചയായിട്ടും അതിൽ ഈ പ്രളയം വന്നപ്പോൾ മുഴുവനായിട്ടും റോഡടക്കം മുങ്ങിപ്പോയിട്ടുള്ളൊരവസ്ഥയാണ്. ആ മതിൽ കെട്ടി മണ്ണിട്ട് സംരക്ഷിച്ചു എന്ന് പറയുന്നത് ഈ കർഷകരുടെ പാടവും ഈ ഒരു സ്ഥലവും കൂടിയിട്ട് മുഴുവനും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ തരം മാറ്റി കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും ആയിട്ട് നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ ഒരു കാലതാമസം തന്നെയാണ്. ഇതുമായിട്ട് പിന്നോട്ട് നിന്നിട്ടില്ല. ഇപ്പോഴും ആ ഒരു തരം മാറ്റി കിട്ടുന്ന പദ്ധതിയുമായിട്ട് എങ്ങനെയും മുന്നോട്ട് പോയിക്കൊണ്ട് തീർച്ചയായിട്ടും അത് മാറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പൊതു മാർക്കറ്റിംഗ് സംവിധാനം അവിടെ നിലവിൽ വരികയും വളരെ നല്ല രീതിയിൽ അത് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ്. പഞ്ചായത്തിന്റെ തനത് ഫണ്ട് സേവനത്തിലേക്ക് അടക്കം അതിന് മുതൽക്കൂട്ടായി മാറാം. ഓക്കെ, അപ്പോൾ ഈ ചിറക്കലിൻ്റെ കാര്യം പറഞ്ഞു, അതായത് ജില്ലകളുടെ ഒരു സംഗമ ഭൂമി കൂടിയായി മാറുന്ന ജംഗ്ഷനിൽ പ്രാഥമിക ആവശ്യത്തിന് ശൗചാലയം പോലും ഇല്ല എന്ന് പറയുന്നത് അത് പഞ്ചായത്തിൻ്റെ ഒരു പോരായ്മയാണോ? അവിടെ ഒരു പുരാവസ്തു വകുപ്പിൻ്റെ ഒരു ചിറക്കൽ ഗുഹ നിൽക്കുന്നത് കൊണ്ട് അവിടെ നിർമ്മാണ പ്രവൃത്തികൾ ഒന്നും നടക്കാത്തൊരവസ്ഥയാണ്. നമുക്ക് അവിടെ എന്തെങ്കിലും തന്നെ പണിയണമെങ്കിൽ തന്നെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി അത് വളരെയധികം ബുദ്ധിമുട്ട്. ഈ പറഞ്ഞ മാറി മാറി വരുന്ന ഭരണസമിതികൾക്ക് അതൊരു വെല്ലുവിളിയാണ്. യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾക്കും അവിടെ അനുമതി കിട്ടുന്നില്ല. പഞ്ചായത്തിന് പുറമെ വീടുകൾ വെക്കാൻ പോലും ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി വേണമെന്നുള്ളതാണ്. നിലവിലുള്ള വീടുകളുടെ ചെറിയ രീതിയിലുള്ള മെയിൻ്റനൻസ് മാത്രമാണ് നടക്കുന്നത്. ഒരു വ്യക്തിക്ക് അവിടെ ഒരു വീട് പണിത് കഴിഞ്ഞാൽ നമ്പറിങ് കൊടുക്കാൻ പോലും അതൊരു തടസ്സമായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. അത് നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഭരണസമിതി വെല്ലുവിളി നേരിടുന്നൊരു വിഷയം തന്നെയാണ്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അനുമതി മേടിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വളരെയധികം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പൊതു ടോയ്ലറ്റ്, ഈ ടോയ്ലറ്റിംഗ് സംവിധാനം എന്നുള്ളത്. അപ്പോൾ നിർമ്മാണ പ്രവൃത്തികളുമായിട്ട് കുഴിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കാനോ ആ ഗുഹയുടെ പരിധിയിൽ നിന്ന് 100 മീറ്റർ 300 മീറ്റർ പരിധിക്കുള്ളിൽ വളരെ ബുദ്ധിമുട്ടും പ്രയാസം നേരിടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ സാങ്കേതിക പ്രശ്നമാണ്. സാങ്കേതിക തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ മറ്റേ മെമ്പർ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഒരുപാട് ഇതുപോലുള്ള സ്ഥലങ്ങൾ ഏറ്റെടുക്കലുണ്ടായി. അത് തുടർന്ന് വരുന്ന ഭരണസമിതികൾ അത്
അല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ശേഖരങ്ങളാണ് കൂടുതൽ ഇതുപോലെ ഏറ്റെടുത്തിട്ടുള്ളത്. അതുപോലൊരു പാടശേഖരം തന്നെയാണ് ഈ പറയുന്ന പോലെ 2.5 ഏക്കർ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പെരുന്തിരുത്തി മേഖല, ചെറുതുരുത്തി മേഖലകളിൽ, അരുവായി മേഖലകളിൽ ഇവിടെയൊക്കെ സ്ഥലം ഏറ്റെടുത്തിട്ട് അത് ഒരുപാട് അഴിമതി ആരോപണങ്ങളും നേരിട്ടുള്ള ഭരണസമിതിയാണ് മുൻ ഭരണസമിതി. പക്ഷെ പറയപ്പെടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ MP MLAയും ബാക്കിയുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളും നമ്മുടെ ഒപ്പം നിൽക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങനെയുള്ള ഒരു നേരത്തെ മെമ്പർ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ മന്ത്രി നമ്മുടെ മണ്ഡലത്തിൽ നിന്നുള്ള സമയത്ത് പോലും നമുക്കത് ചെയ്യാൻ സാധിക്കണില്ല എന്നുള്ളത് ഭരണസമിതിയുടെ കഴിവുകേട് തന്നെയാണ്. അത് സംശയമൊന്നുമില്ല. ഈ മെമ്പർ നേരത്തെ സൂചിപ്പിച്ചു, അതായത് ഈ നമുക്കറിയാം ഇപ്പം ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും മണ്ഡലം MLA, ഇപ്പം മണ്ഡലം MP, സംസ്ഥാന ഭരണം, ഇത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളും ഒരേ കുടക്കീഴിൽ നിൽക്കുമ്പോൾ പോലും ഇത്തരം കാര്യങ്ങളിലെ സാങ്കേതികത്വം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ പഞ്ചായത്തിന്? കാരണം ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും സാങ്കേതികത്വത്തിൽ കുടുങ്ങിക്കിടക്കുന്നതെന്ന് പറയുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു ബാധ്യതയായി മാറുകയല്ലേ? കാരണം പല കാര്യങ്ങളും ഇങ്ങനെ ഏകോപനത്തിൻ്റെ ഒരു കുറവായും അല്ലേ മെമ്പർമാരെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമില്ലേ ഇത്? അങ്ങനെ നമ്മൾ സാങ്കേതികത്വം പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയല്ല, നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്ന മുറയ്ക്ക് അത് തീർച്ചയായിട്ടും നടപ്പിലാക്കുക തന്നെ ചെയ്യും. തടസ്സം പറഞ്ഞിട്ട് ഒരിക്കലും പിന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമില്ല. ആ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് പദ്ധതി പൂർണ്ണതയിൽ എത്തിക്കുക എന്ന് തന്നെയാണ് നമ്മുടെയും ആവശ്യം. കാരണം ഒരു ഭരണസമിതിയുടെ കാലാവധി കഴിയാൻ നിൽക്കുമ്പോൾ പോലും അതിനേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. കാരണം ഇത്തരം സംവിധാനങ്ങളെല്ലാം എല്ലാ ഭരണ സംവിധാനങ്ങളും ഇപ്പോൾ LDFൻ്റെ നേതൃത്വത്തിൽ ഇരിക്കെ അത്തരം സംവിധാനങ്ങൾ ഒരു കാലാവധി കഴിയാൻ പോകുന്ന ഒരു ഭരണസമിതിക്ക് നേടിയെടുക്കാൻ കഴിയാത്തത് ഇപ്പോൾ മെമ്പർമാർ സൂചിപ്പിക്കുന്ന പോലെ തന്നെ അപ്പം അതൊരു വലിയ, ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യുവാക്കളെ മുന്നിൽ നിർത്തിയ ഒരു ഭരണസമിതി വരുമ്പോൾ വലിയ പ്രതീക്ഷകളാകാം ജനങ്ങൾക്കുണ്ടാകും. അപ്പോൾ അതിലേക്കൊരു കോട്ടം തട്ടുന്ന രീതിയിലല്ലേ ആ ഒരു നമുക്ക് എല്ലാ തടസ്സങ്ങളും ഒറ്റയടിക്ക് വെട്ടി മാറ്റിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ. ഓരോ സ്റ്റെപ്പും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെതായ മുറയ്ക്ക് നിയമവശങ്ങളിലൂടെ, അല്ലാണ്ട് നമുക്ക് നിയമത്തെ മറികടന്നുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നിയമവശങ്ങളിലൂടെ അതിൻ്റെ സാധ്യതകളെ മെച്ചപ്പെടുത്തിയിട്ട് തീർച്ചയായിട്ടും ആ പദ്ധതി പൂർണ്ണതയിൽ എത്തിക്കുന്ന രീതിയിൽ തന്നെയാണ് ഭരണസമിതി ഏറ്റെടുത്ത് നടപ്പിലാക്കുക. പിന്നെ ഒരു ഭരണസമിതിയുടെ കാലയളവിൽ മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഭരണസമിതികൾക്ക് തുടർച്ചയുണ്ടായിരിക്കും. ഈ ഭരണസമിതി ഏറ്റെടുത്ത പദ്ധതികൾ പൂർണ്ണതയിൽ എത്തിക്കുക എന്നുള്ളത് അടുത്ത ഭരണസമിതിയുടെ കൂടി ഉത്തരവാദിത്തമാണ്. അപ്പോൾ തീർച്ചയായിട്ടും തുടക്കം കുറിച്ച് കഴിഞ്ഞാൽ അടുത്ത ഭരണസമിതിക്ക് പൂർണ്ണമായിട്ടും അത് പൂർണ്ണതയിൽ എത്തിക്കാനുള്ളൊരു ഉത്തരവാദിത്തം കൂടിയുണ്ട്. അതും കൂടിയാണ് ഞങ്ങൾ മുൻകൂട്ടി കാണുന്നത്. അപ്പോൾ നമ്മളിരിക്കുന്ന കാലത്ത് തുടക്കം കുറിച്ച് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും തുടർഭരണം വരുമ്പോൾ ആ ഭരണസമിതി തന്നെ പൂർത്തീകരിക്കും. അതിൻ്റെ മുറയ്ക്ക് ഏത് ഭരണസമിതിയാണോ വരുന്നത് അവർ പൂർണ്ണതയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തം കൂടിയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കും. കർഷകരുടെ കാര്യത്തിൽ പറഞ്ഞു നമ്മൾ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, കാര്യം തന്നെയാണ്. ഞാൻ അതൊന്നും നിഷേധിക്കുന്നില്ല. കാരണം നമ്മളെ കണ്ണടച്ച ഒരു രാഷ്ട്രീയമായിട്ട് വിമർശിക്കുക എന്നുള്ളത് എൻ്റെ ഇതിലില്ല. ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കും ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. നമ്മുടെ നെല്ല് കൊയ്ത്ത് കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഈ പുഞ്ച ഫെബ്രുവരി മുതൽ കൊയ്ത്ത് തുടങ്ങുകയാണ് നമ്മുടെ മേഖലകൾ. ഇത് കഴിഞ്ഞത് നെല്ല് എടുക്കാൻ ആളില്ലാത്ത ഒരവസ്ഥകൾ ഇവിടെ. ഇപ്പോൾ നേരത്തെ ഞാൻ കുടിവെള്ള പദ്ധതികളെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ് ഈ കോൾപ്പടവുകളെ കുറിച്ച് ഞാനൊരു വിമർശനം ഉന്നയിക്കുകയാണ്. അതായത് കർഷകർക്ക് പൊതുവെ ഒരു ആശങ്ക ഈ കോൾപ്പടവിലെ ആളുകളുടെ കാര്യത്തിലുണ്ട്. അത് പറഞ്ഞു വരുന്ന കോൾപ്പടവുകളെ നമ്മൾ നിയന്ത്രിക്കണം എന്നല്ല, പൂർണ്ണമായിട്ട് നിയന്ത്രിക്കണം എന്നല്ല, നമുക്കതിനൊരു കോർഡിനേഷൻ കമ്മിറ്റി നമുക്ക് വേണം. കാരണം മില്ലുകാരെ ആയിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ ചില കൊല്ലങ്ങളിൽ ഒരു മാസം വരെ നെല്ല് കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഒരു കർഷകനെ സംബന്ധിച്ച് അവൻ ഒരു ടാർപ്പായ എടുക്കണമെങ്കിൽ ഒരു ടാർപ്പായുടെ വാടക ഏകദേശം 100 രൂപ. നമ്മൾ ഈ താഴെത്തട്ടിലെ പ്രവർത്തിക്കുന്ന മെമ്പർമാരെ സംബന്ധിച്ച് അവർ പറയുന്ന ആശങ്കകൾ അത് വലിയൊരു ഘടകം തന്നെയാണ്. അപ്പോൾ ചില തൽപര കക്ഷികളുടെ നെല്ലുകൾ കയറ്റിപ്പോകുന്നു, ചില ആളുകളുടെ നെല്ലുകൾ കയറ്റിപ്പോകുന്നില്ല. ചില ആളുകളുടെ നെല്ലിന് വില, അതായത് 2% കിഴിവ്, 3% കിഴിവ് പ്രൈവറ്റ് മേഖലയ്ക്ക്, സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ്. അത് ഗവൺമെൻറ് അതിൻ്റെതായ രീതിയിലുള്ള ഒരു സംവിധാനം കണ്ടെത്തണം. അവർ കണ്ണടച്ച് നോക്കിയിട്ട് പറയുകയാണത് 4 കിലോ കിഴിവ്, 5 കിലോ കിഴിവ്, അവർക്ക് പറ്റാത്ത ആളാണെങ്കിൽ 8 കിലോ കിഴിവ്. അങ്ങനെയുള്ളൊരു സംവിധാനത്തിലേക്ക് ഇത് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇപ്പം അറിയാം, ഏകദേശം ഈ ഫെബ്രുവരി മാർച്ച് മാസമാകുമ്പോൾ നമ്മൾ മഴയുടെ ഏകദേശം വേനൽ മഴകളുടെ കാലം കൂടിയാണ്. ഏതെങ്കിലും കാരണവശാൽ അവർ ഒരു 6 മാസത്തെ ഒരു കൊല്ലത്തെ അധ്വാനമാണ് ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഈ ഭരണസമിതിക്ക് ഈ കോൾപ്പടവുകളെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ, നിയന്ത്രിക്കാൻ നമ്മൾ പറയില്ല,
ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണമെന്ന് ഞാൻ പല യോഗങ്ങളിലും പറയുന്നു. അതുപോലെ തന്നെ നെല്ലെടുക്കുന്ന കാര്യത്തിൽ സുതാര്യത ഉറപ്പുവരുത്തും. ഇപ്പോൾ ഒരു പ്രസിഡന്റോ കോൾപ്പടവിലെ പ്രസിഡന്റോ സെക്രട്ടറിയോ വിചാരിക്കും അവരുടെ നെല്ലുകൾ കയറി പോകുന്നുണ്ടാവാം. പക്ഷെ മറ്റുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അതുപോലെ തന്നെ ചിറക്കൽ സെൻറ്ററിലെ ഷെൽട്ടറിൻ്റെ കാര്യം, അതായത് അവിടെ മറ്റേ ഇതിൻ്റെ ഒരു സാങ്കേതിക തടസ്സം പറഞ്ഞുല്ലോ, മറ്റേ കേന്ദ്ര ഇതിൻ്റെ അവിടെ ചില കെട്ടിടങ്ങൾ ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം കയറിയിട്ടുണ്ട്. നമുക്ക് അവിടെ പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാൻ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഷെൽട്ടർ പണിയാനാണോ നമുക്ക് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു കക്കൂസോ ഒരു ടോയ്ലറ്റോ അല്ലെങ്കിൽ പണിയാനാണോ നമുക്ക് ബുദ്ധിമുട്ട്? 2 നില 3 നില കെട്ടിടങ്ങൾ അവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ സ്വകാര്യ വ്യക്തികൾക്ക് ഇത് നടക്കുന്ന സമയത്ത്, ഒരു ഭരണസമിതി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ കർഷകർ നേരിടുന്ന വേറൊരു വിഷയമാണ് ക്ഷീര കർഷകർ നേരിടുന്ന. ഞാനിവിടെ നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ പറഞ്ഞ സമയത്ത് ഏകദേശം 200 ക്ഷീര കർഷകരവിടെ, ഇന്ന് വെറും 75 പേരാണ്. ഈ ക്ഷീര കർഷകരെന്ന് പറഞ്ഞാൽ ക്ഷീര കർഷകർ മാത്രമല്ല, ആ നാടിന് നമ്മുടെ ഈ പൗഡർ കലക്കിയ പാക്കറ്റ് പാല് നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള അവരുടെ ഭക്ഷണത്തിനെ ക്രമീകരിക്കുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് ക്ഷീര കർഷകരെ സംബന്ധിച്ച്. അത് 200-ന്ന് 75-ലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ 50% അല്ല, 20% വരെ കുറവുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ക്ഷീര കർഷകൻ കൂടിയിട്ടാണ്. നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പശുവിന് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ നാട്ടിലെ കമ്പൗണ്ടർമാർ ചെയ്തിരുന്ന പോലെ ഒരു കമ്പച്ചമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നടക്കുന്നത്. ഡോക്ടർ ഒറ്റ നോട്ടത്തിൽ തീരുമാനിക്കുകയാണ് പശുവിന് ഇന്ന അസുഖമാണ്. അത് ഒരുപാട് പശുക്കൾ, ഒരു കൊല്ലത്തിലെ ഒരു 10-15 പശുക്കൾ ചത്തുപോവുക. ആ ചത്തുപോണ പശുക്കളെ സംബന്ധിച്ച് 70,000-80,000 രൂപ വിലയുള്ള അവർ പോലെ മക്കളെ പോലെ വളർത്തിയുണ്ടാക്കി കൊണ്ടുവരുന്ന പശുക്കൾ ചത്തുപോവാണ്. അവർ ഓട്ടോമാറ്റിക്കായിട്ട് കുടുംബത്തിലെ നമ്മുടെ ഒരു മകൻ അല്ലെങ്കിൽ മകൾ മരിച്ച ഫീലിങ്ങിൽ അവർ അവസാനിപ്പിക്കുകയാണ്. അതിന് നല്ലൊരു സാങ്കേതികമായിട്ട് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ കുന്നംകുളത്ത് അതിനുള്ള സംവിധാനമാണ്. നമ്മുടെ ഒരു 30 കിലോമീറ്റർ ചുറ്റളവിൽ ഈ പശുക്കളുടെ ഒരു ബ്ലഡ് ടെസ്റ്റ്, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു അസുഖമാണെന്ന് കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറയും. ഒരു ബ്ലഡ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം ഇത്ര വർഷം നമ്മൾ കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ക്ഷീര കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നു, കർഷകർക്ക് വേണ്ടി ചെയ്യുന്നു. നമ്മൾ അതിൻ്റെ ഇതിൽ നമുക്ക് നാണക്കേടാണ്. കാരണം ഒരു ലാബ് പോലും ഒരു 30 കിലോമീറ്ററിനുള്ളിലില്ല എന്നുള്ളതാണ്. പക്ഷേ മുൻപുള്ള ആളുകളെ ഇത് അതിനുള്ള മുൻകൈ എടുത്തുകൊണ്ട് ചെയ്തിട്ടുള്ള നമ്മുടെ കുന്നംകുളം, നിങ്ങൾ ബാക്കിയുള്ള മേഖലകളിൽ പോകുമ്പോഴും ഈ കാര്യം, ഇവിടുത്തെ ഈ പഞ്ചായത്തിൻ്റെ കാര്യം മാത്രമായിട്ടല്ല, ഈ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളിൽ പോലും TCV ഉള്ള ആളുകൾ അത് ശ്രദ്ധിക്കണം. അവിടെ സ്കാനിങ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, എക്യുപ്മെൻറ്റ്സ് അവിടെ നശിച്ചു പോവുകയാണ് തുരുമ്പെടുത്തിട്ട്. അവിടെ നമ്മൾ പണ്ടത്തെ കാലത്തെ പറയാം ആനേനെ മേടിക്കാനാ ബുദ്ധിമുട്ട്, പാപ്പാൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയാം. ആനേനെ മേടിക്കാൻ കാശുണ്ട്, ആനപ്പാപ്പനെ ഒരു പഴഞ്ചൊല്ലാത്. അതേപോലെ തന്നെ ഇത് ഈ എക്സ്റേ മെഷീനുകളും സ്കാനിങ് മെഷീനുകളും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു സ്റ്റാഫിനെ വെക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ പലവട്ടം സംഭവിക്കുന്ന ഇതാണ്, പഞ്ചായത്തിനേക്കാൾ ഉപരി ഇവിടെ ഭരിക്കുന്ന സർക്കാരുകൾ വേണ്ടത്രമായ രീതിയിൽ, ഇപ്പോൾ ഒരു ഫണ്ടിൻ്റെ കാര്യം ഞാൻ മിനിമം പറയാം. കഴിഞ്ഞ കൊല്ലം ഇവിടെ പദ്ധതി വിഹിതം 2 കോടി രൂപ സ്പിൽ ഓവറായി. 2 കോടി രൂപ, ആകെ കൂടി 3.5-4 കോടി രൂപയുടെ പ്രൊജക്റ്റ് നമ്മൾ ഒരു കൊല്ലത്തിൽ നമ്മൾ വെക്കുന്ന ഒരു ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ വെക്കുന്ന ഒരു പഞ്ചായത്തിൽ 2 കോടി രൂപ സ്പിൽ ഓവറായി. അതിൻ്റെ 20%, 30%, 40% കഴിച്ചാണ് പിറ്റത്തെ പ്രാവശ്യം നമുക്ക് ഫണ്ട് ലഭ്യമാകുന്നത്. അപ്പോൾ അത് സർക്കാർ തന്നെ, സംസ്ഥാന സർക്കാർ തന്നെ നിശ്ചയിച്ച് ഉറപ്പിച്ച പോലെയാണ് അതിൻ്റെ സംവിധാനങ്ങൾ പോകുന്നത്. കാരണം അത് ചെലവഴിക്കരുത്. ഇന്നും ഞാൻ ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിച്ച് 2 മാസമായി ഇവിടുത്തെ AE പോയിട്ട് ഞാൻ പറയുന്നത്, ഈ ഭരണ സംവിധാനങ്ങൾ തന്നെ പറഞ്ഞ പോലെ തന്നെ MLA MP എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് 2 മാസം വേണ്ടി വന്നു. ഈ നമ്മളുടെ ഈ ഫെബ്രുവരി മാർച്ച് മാസത്തെ നമ്മുടെ ഒരു AE-നെ നിയമിക്കാൻ വേണ്ടിയിട്ട് ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ചെറിയൊരു ഇടപെടല, സമയത്തിന്റെ പരിമിതികളുള്ളതുകൊണ്ട്. ഇപ്പൊ അങ്ങ് പറഞ്ഞ 2 കാര്യങ്ങൾ എനിക്കൊന്ന് പഞ്ചായത്തിന്റെ ഒരു പരിമിതിയുണ്ട്. കാരണം കോൾ കർഷകരുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ നെൽ കർഷകർ നേരത്തെ ഉന്നയിച്ച വളത്തിന്റെ കാര്യത്തിലടക്കം അത് ഒരു പഞ്ചായത്തിന്റെ പരിധിയിൽ മാത്രം ഉൾക്കൊള്ളുന്നതല്ല. എന്നാൽ പോലും ചില കോർഡിനേഷൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പഞ്ചായത്ത് വേണമെന്നാണ് പറയുന്നത്. എന്തായാലും മറ്റ് ജനകീയ വിഷയങ്ങൾ, ഈ കുടിവെള്ളത്തിനപ്പുറം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിൽ വേറെ എന്തെങ്കിലും പ്രത്യേകമായി സൂചിപ്പിച്ച് ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. കാരണം നമ്മുടെ സമയം, പുതിയ തൊഴിൽ സംരംഭം ഈ ഭരണസമിതി ഒരാൾക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വനിതകൾക്ക് നമ്മുടെ പദ്ധതിയിൽ തന്നെ 10%. സർക്കാരിൻ്റെ ഒട്ടനവധി പദ്ധതികളുണ്ട്. ഈ കാട്ടാമ്പൽ ഗ്രാമപഞ്ചായത്തിൽ പുതിയ യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ ഒരു സംരംഭം പോലും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല.
നേരത്തെ പറഞ്ഞു 2.5 ഏക്കർ സ്ഥലം അവിടെ കിടക്കുകയാണ്. നെൽകർഷകരുടെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് ഒരു ഫാക്ടറി ഉണ്ടാക്കി കഴിഞ്ഞാൽ കർഷകരുടെ നെല്ലുകൾ നേരത്തെ പറഞ്ഞ പോലെ തുച്ഛമായ വിലയ്ക്ക് ഓരോ ഏജൻസികൾ എടുക്കാതിരിക്കാൻ താൽക്കാലികമായിട്ട് അത് അവിടേക്ക് ഏറ്റെടുപ്പിച്ചാൽ അതിനുശേഷം അവിടെ അരിയാക്കി മാറ്റിയാൽ ഈ മേഖലയിലത്തെ ആളുകളുടെ നെൽകർഷകരെ സംരക്ഷിക്കുക, അതോടൊപ്പം തന്നെ ഒട്ടനവധി യുവജനങ്ങൾക്ക് തൊഴിൽ കിട്ടുക, ഇതൊക്കെ പറ്റുന്ന ഒരു പദ്ധതിയാണത്. ആ പദ്ധതി എന്ത് വില കൊടുത്തും നാട്ടിൽ കൊണ്ടുവരും. പിന്നെ ചരക്ക് സെൻ്ററിൻ്റെ കാര്യം പറയാം. ചരക്ക് സെൻ്റർ പറഞ്ഞാൽ 100 മീറ്ററിന് അകത്ത് മാത്രമാണ് പുരാവസ്തുവിന് അനുമതി ലഭിക്കാത്തത്. അതിനപ്പുറം 300 മീറ്ററിനുള്ളിൽ അനുമതി നമുക്ക് ലഭിക്കുന്നുണ്ട്. ചരക്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ടോയ്ലറ്റ് പണിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമുക്കറിയാം, നമ്മൾ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വലിയ പദ്ധതിയാണ് ഈ ടോയ്ലറ്റ്. ഈ പദ്ധതി കടമപഞ്ചായത്ത് വില്ലേജ് ഓഫീസിലുണ്ട്. ആ വില്ലേജ് ഒരു സർക്കാർ സ്ഥാപനം, അതൊഴിച്ച് ഒരു തെരുവിലുമില്ല. നമ്മൾ കടന്നു വരുന്ന വഴിയിൽ ഒരാൾക്ക് വന്നാൽ, ഒരു വിദ്യാർത്ഥിക്ക് വന്നാൽ അത് സാർ, പക്ഷേ 100 മീറ്ററിന് ഇപ്പുറത്ത് നമ്മൾ പണിയാൻ വേണ്ടി കണ്ടെത്തിയാൽ അത് കൃത്യമായി അനുമതി കൊടുത്താൽ കിട്ടും. കാരണം 100 മീറ്ററിന് അപ്പുറത്തൊക്കെ അനുമതി കൊടുത്തിട്ടാണ് വീട്ടിൽ നമ്മളോട് പണിയണത്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതേപോലെ ബസ് സ്റ്റോപ്പ് പണിയാനും ബുദ്ധിമുട്ടില്ല. കാരണം അത് നല്ല ഒരു പ്രദേശമാണ്. അവിടെ 100 മീറ്ററിന് അപ്പുറത്ത് നമുക്ക് ഇത് നിർമ്മിക്കാൻ പറ്റും. അതിന് വ്യക്തമായ കാഴ്ചപ്പാടും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ടോയ്ലറ്റ് ചരക്കിലായാലും ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാനും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ 100 മീറ്റർ അപ്പോൾ ചെയ്യാൻ കഴിയും. ഓക്കെ, വ്യക്തമാണ്. കാരണം പ്രശ്നം അതൊരു കാര്യമാണ്. കാരണം ആധുനിക കാലത്ത് നമ്മൾ ആധുനിക രീതിയിലുള്ള ചിന്തകൾ കൂടി ആ ഒരു കാര്യത്തിൽ വേണ്ടതാണ്. 100 മീറ്ററിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. 300 മീറ്ററിക്കുള്ള പരിധിക്കുള്ളിലാണ് 100 മീറ്ററിനുള്ളിൽ ബുദ്ധിമുട്ടാണ്, 300 മീറ്ററിക്കുള്ളിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത്രയും വർഷം ഇവർ ഭരിച്ചിരുന്നപ്പോൾ വരേണ്ട ഒരു കാര്യമായിരുന്നു അത്. അതിപ്പോൾ നമ്മൾ ഭരിക്കുമ്പോൾ മാത്രം വിമർശനമായിട്ട് ചൂണ്ടിക്കാട്ടേണ്ട കാര്യമില്ല. പറ്റാത്ത കാര്യങ്ങൾ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു ശ്രമം പോലും ആ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേണം പറയാനായിട്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ അതൊന്നും നമുക്ക് തുടങ്ങാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ നെൽകൃഷിയാണ് പ്രധാന സ്രോതസ്സ് എന്ന് പറഞ്ഞു. ആ നെൽകർഷകരുടെ നെല്ല് സംഭരിച്ചുകൊണ്ട് അത് കുത്തി വിലാക്കുന്ന രീതിയിലൊരു പ്രൊജക്റ്റ് ഇപ്പോൾ കുടുംബശ്രീ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അവരതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഓഫീസുകളിൽ പോയിട്ട് മെഷീനറി വാങ്ങുന്നൊരു നടപടിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ചെയർപേഴ്സണായിട്ട് സംസാരിച്ചത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് തുടങ്ങാനും നല്ല രീതിയിൽ ജോലികൾ കൊടുക്കാനും കുടുംബശ്രീ യൂണിറ്റുമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് കൂടി ഒരു വളരെ വേഗം തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. എന്തായാലും ഒരു കാര്യം കൂടി, അതായത് മാലിന്യമുക്ത നവകേരളത്തിലേക്ക് കേരളം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിക്കേണ്ട ഒരു MCFന്റെ സ്ഥാപിക്കാൻ പോലും കഴിയാതെ വന്നപ്പോൾ ഫണ്ട് പോയി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എന്താണ്? അല്ല, നമുക്ക് മാലിന്യ സംസ്കരണ ഇപ്പോൾ ഹരിതകർമ്മസേന പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ നമുക്ക് കെട്ടിടമില്ല, സ്ഥലമില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് പ്രകാരം നമ്മൾ കഴിഞ്ഞ ഭരണസമിതി ഉള്ളുമ്പോൾ തുടക്കം കുറിച്ചുകൊണ്ട് ഈ കെട്ടിടം ഇല്ലാത്തത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് കാരണം അത് നിന്നുപോയി. പിന്നീട് സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ മാലിന്യ സംസ്കരണം എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു അജണ്ടയായിട്ട് എടുക്കുകയും അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഹരിതകർമ്മസേന നിലവിൽ വരികയും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിനകത്ത് ട്രെയിനിങ് കഴിഞ്ഞ ആളുകൾ തന്നെ ഹരിതകർമ്മസേനക്കാരായിട്ട് നിയോഗിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ വാങ്ങിച്ചു കൊണ്ട് നമ്മൾ ഫീൽഡിലേക്ക് ഇറക്കി. തുടക്കത്തിൽ നമുക്ക് എല്ലാ വാർഡുകളിലും 16 വാർഡുണ്ട്, 16 വാർഡിലും മിനി MCF സ്ഥാപിച്ചു. അതിലേക്കായിട്ട് കളക്ഷൻ കൊണ്ടുവന്നിട്ട് പിന്നെ ക്ലീൻ കേരള കമ്പനിക്ക് നമ്മൾ കയറ്റി അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് 2 MCF ആണ്. അതിപ്പോൾ നമ്മൾ കെട്ടിടങ്ങളും സ്ഥലപരിമിതിയുള്ളൊരു പഞ്ചായത്താണ് നമ്മളിപ്പോൾ ഈ ഒരു സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വികാസ് ഭവൻ്റെ മുകളിലായിട്ടാണ് മിനി MCF കെട്ടിടം താൽക്കാലികമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഒരു പൊതുസ്ഥലം കരാറിനെടുത്തിട്ട് അതിങ്ങനെ 2 സ്ഥലങ്ങളിലായിട്ടാണ്. ഇപ്പോൾ പുതിയതായിട്ടൊരു 42 സെൻറ്റ് സ്ഥലം ഏറ്റെടുത്തിട്ട് അതിൻ്റെ ടെൻഡർ നടപടികളൊക്കെ ചെയ്തിട്ട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ MCF കെട്ടിടത്തിൽ. മാലിന്യമുക്ത കേരളം എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകളൊക്കെ ഇത് മേടിക്കാൻ പറ്റും. ഇപ്പോൾ അവസാനിക്കുന്ന സമയത്ത് സ്ഥലം വാങ്ങി നടപടിയായിട്ട് മുന്നോട്ട് പോകണം, ശരി. പക്ഷേ ഈ സാധനങ്ങൾ സൂക്ഷിക്കുന്ന എവിടെയാണ്? പഞ്ചായത്തിൻ്റെ കൃഷിഭവൻ, മൃഗാസ്പത്രി, ആയുർവേദ ഹോസ്പിറ്റല്, ഹോമിയോ, ഈ നേരത്തെ രോഗികൾ വരുന്നതിൻ്റെ തട്ടുമ്പുറത്താണ് ഈ സ്ഥാപനം സ്ഥാപിച്ചത്. അത് സ്വകാര്യ സ്ഥലം ഏറ്റെടുത്ത് അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാശ് കൊടുക്കാനോ അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതൊന്നും ഇല്ലാതെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അവിടെയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഒരു മാലിന്യമുക്ത കേരളം പദ്ധതി ആയതുകൊണ്ട് നമുക്കിപ്പോൾ പ്രതിഷേധിക്കാനല്ലേ പറ്റുള്ളൂ, നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല. എന്നിട്ട് അത് ചെയ്തിട്ടുള്ളത് ഈ 4 വർഷക്കാലം ചെയ്തിട്ടുള്ളത് അതിൻ്റെ മുകളിൽ എപ്പോഴും അതിൻ്റെ മുകളിലാണ് കിടക്കുന്നത്.
അപ്പോൾ അത് ദയവ് ചെയ്തിട്ട് പാവപ്പെട്ട വയസ്സായ ആളുകൾ രോഗികളുടെ പ്രദേശത്ത് നിന്ന് മാറ്റുന്നതിന് ഈ നടപടികളായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അത് തുടരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ മാലിന്യം കെട്ടിക്കിടക്കുന്ന അവസ്ഥയൊന്നുമില്ല. അവിടുന്ന് പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ട്. താൽക്കാലികമായിട്ട് വേറൊരു സ്ഥലം വർക്ക് ചെയ്യുന്നുണ്ട് പറഞ്ഞ് അവിടെയാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുന്നതും അവിടുന്ന് കയറ്റി അയക്കുന്നത്. യഥാസമയങ്ങളിൽ അവിടുന്ന് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ ഈ ആശുപത്രിയിലേക്ക് രോഗികൾ വരുന്ന ഇടയിൽ കൂടെ ഈ മാലിന്യം കയറ്റി അയക്കാനോ ഇറക്കാനുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അത് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ കൃത്യമായിട്ട് രോഗികൾ വരാത്ത സമയങ്ങളിൽ തന്നെയാണ് അത് കയറ്റാനും ഇറക്കാനും ഹരിതകർമ്മസേന പൂർണ്ണമായിട്ട് ഇടപെടുന്നത്. യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവർക്കില്ല. ആ ഓഫീസിൽ ഒറ്റ ഗേറ്റേ ഉള്ളൂ, അതുകൂടെ മാലിന്യം കയറ്റാനും രോഗികൾ കയറാനും പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും കാട്ടക്കാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ ചില പരിമിതികൾ പ്രസിഡന്റ് അടക്കമുള്ളവർ പറയുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഒപ്പം രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ള പിന്തുണ മെമ്പർമാരും നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഭരണസമിതിയുടെ നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ, ജനങ്ങൾക്ക് മികച്ച പ്രവർത്തനം അതുവഴി അവർക്ക് ഗുണകരമായി മാറട്ടെ എന്നും ആശംസിക്കുകയാണ്. എന്തായാലും ഈ ഒരു സമയവും നമ്മോടൊപ്പം സഹകരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ, ഒപ്പം തന്നെ മെമ്പർമാരായ ശ്രീ പ്രദീപ്, ശ്രീ മണികണ്ഠൻ എന്നിവർക്കുള്ള പ്രത്യേക നന്ദിയും രേഖപ്പെടുത്തുന്നു. മറ്റൊരു ഗ്രാമപഞ്ചായത്തിലെ സമഗ്രമായ ചർച്ചയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.